के दिन कठिन है, आगे बढ़ना छोड़ना नहीं, आगे के दिन कठिन है, आगे बढ़ना छोड़ना नहीं। प्रेम ठंडा होगा जरूर, प्रेमी यीशु को छोड़ना नहीं। प्रेम ठंडा होगा जरूर, प्रेमी यीशु को छोड़ना नहीं, छोड़ना नहीं, तू छोड़ना नहीं। प्रेमी यीशु को छोड़ना नहीं, छोड़ना नहीं, तू छोड़ना नहीं। प्रेमी यीशु को छोड़ना नहीं. ഒരു അങ്കിൾ ഉണ്ടായിരുന്നു. That is my wife's mother's sister's husband. എൻ്റെ ഭാര്യയുടെ അമ്മയുടെ സഹോദരൻ്റെ, that is wife's husband. Okay. He was a finance secretary in Tamil Nadu government. അദ്ദേഹം തമിഴ്നാട് ഗവൺമെന്റിന്റെ ഫിനാൻസ് സെക്രട്ടറി ആയിരുന്നു. He was an atheist. അദ്ദേഹം ഒരു മതവിശ്വാസി ആയിരുന്നില്ല. Never believed in God. ഒരിക്കലും അദ്ദേഹം ദൈവത്തെ വിശ്വസിച്ചിരുന്നില്ല. Never believed in God. ഒരിക്കലും ദൈവത്തെ വിശ്വസിച്ചിരുന്നില്ല. So myself and my wife went to his house. ഞാനും എൻ്റെ ഭാര്യയും അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് പോയി. He was retired. അദ്ദേഹം റിട്ടയർ ചെയ്തിരുന്നു. So when we came to Chennai from Bihar, I went to visit him. അദ്ദേഹം ചെന്നൈയിൽ നിന്ന് ബീഹാറിലേക്ക് വന്നപ്പോൾ അദ്ദേഹത്തെ കാണാൻ വേണ്ടി ഞാൻ പോയി. And I know very well he was a atheist. എനിക്ക് വ്യക്തമായിട്ട് അറിയാമായിരുന്നു അദ്ദേഹം ഒരു നിരീശ്വരവാദിയാണെന്ന്. I saw a Bible on the small table. ആ ചെറിയ ടേബിളിൽ ഞാനൊരു ബൈബിൾ കണ്ടു. I was so shocked. ഞാൻ പെട്ടെന്ന് അത്ഭുതപ്പെട്ടു. I asked him, Uncle, when did you start reading the Bible? ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, അങ്കിളെ എപ്പോഴാണ് നിങ്ങൾ ബൈബിൾ വായിക്കാൻ തുടങ്ങിയത്? He said, after the retirement I have read 17 times. അദ്ദേഹം പറഞ്ഞു, ഞാൻ റിട്ടയർമെന്റിന് ശേഷം ഈ തിരുവചനം 17 പ്രാവശ്യം വായിച്ചു. I was so shocked. ഞാൻ പെട്ടെന്ന് വളരെയധികം അത്ഭുതപ്പെട്ടു. This man was a practicing atheist. ഇദ്ദേഹം പ്രവർത്തിക്കുന്ന ഒരു നിരീശ്വരവാദിയായിരുന്നു. His hands were very clean when he was in the finance as a finance secretary in the government. ഫൈനാൻസ് സെക്രട്ടറി ആയിട്ട് ഇരിക്കുന്ന സമയത്ത് തന്റെ കൈകളൊക്കെയും വളരെയധികം ശുദ്ധമായിട്ട് ഒരു കറയുമില്ലാത്ത കൈകളായിരുന്നു. He never allowed his family to people to make a call through the official phone which was kept at his home. അദ്ദേഹത്തിന്റെ വീട്ടിലുണ്ടായിരുന്ന ഓഫീസ് ഫോണിൽ നിന്ന് ഒരു ഫോൺ കോൾ പോലും അദ്ദേഹത്തിന്റെ കുടുംബക്കാരെ വിളിക്കരുതെന്ന് അദ്ദേഹത്തിന് നിർബന്ധമുണ്ടായിരുന്നു. He wanted to be very clean in his career. അദ്ദേഹത്തിന്റെ ആ മുഴുവൻ ജോലി കാര്യങ്ങളിലും അദ്ദേഹം വളരെയധികം വ്യക്തമായിട്ട് നല്ലൊരു മനുഷ്യനായിരിക്കണമെന്ന് ആഗ്രഹിച്ചു. Strict disciplinarian. എപ്പോഴും താൻ വളരെയധികം നല്ല ഡിസിപ്ലിൻ ഉള്ള ഒരു വ്യക്തിയായിരുന്നു. But never believed in God. പക്ഷെ ഒരിക്കലും ദൈവത്തെ വിശ്വസിച്ചിരുന്നില്ല. And when he said I read the Bible 17 times, എന്നാൽ അദ്ദേഹം എന്നോട് ബൈബിൾ താൻ 17 പ്രാവശ്യം വായിച്ചെന്ന് പറഞ്ഞപ്പോൾ I said, Uncle, I praise God for that. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, അങ്കിളെ ഞാൻ അതിനു വേണ്ടി ദൈവത്തെ സ്തുതിക്കുന്നു. Then I asked the next question. എന്നിട്ട് ഞാൻ അദ്ദേഹത്തോട് വേറൊരു കാര്യം ചോദിച്ചു. What did you find there? നിങ്ങൾ എന്താണ് അവിടെ കണ്ടെത്തിയത്? He said, God is a very big, great God. ദൈവം വളരെയധികം വലിയവനും വളരെയധികം ശക്തനുമായ ഒരാളാണ്. I said, praise God. ഞാൻ പിന്നെയും പറഞ്ഞു, ദൈവത്തിന് സ്തുതി. Then he asked me a question. അതിനുശേഷം അദ്ദേഹം പിന്നെയും എന്നോട് ഇങ്ങനെ ചോദിച്ചു. He called me son-in-law. മരുമകനെ എന്നാണ് എന്നെ വിളിച്ചത്. You took my daughter to Bihar. നീ എൻ്റെ മകളെ ബീഹാറിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. To serve this great God. ഈ വലിയ ദൈവത്തെ ശുശ്രൂഷിക്കാൻ വേണ്ടി പോയി. Do you think that God deserves your service? നിനക്ക് തോന്നുന്നുണ്ടോ നിന്റെ ശുശ്രൂഷ ഈ ദൈവത്തിന് ആവശ്യമുണ്ടെന്ന്? He began to question me. അദ്ദേഹം എന്നോട് ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി. Your Bible says your God created big stars, sun and moon. നിങ്ങളുടെ തിരുവചനം ഇങ്ങനെ പറയുന്നു, സൂര്യനെയും ചന്ദ്രനെയും ആകാശങ്ങളെയും ഒക്കെ സൃഷ്ടിച്ച ദൈവമാണെന്ന്. And millions of stars he created. അതിനുശേഷം ലക്ഷക്കണക്കിന് നക്ഷത്രങ്ങളെയും ദൈവം സൃഷ്ടിച്ചു. And that's what your Bible says. അതാണ് നിങ്ങളുടെ ബൈബിൾ പറയുന്നത്. By a simple word. ഒറ്റൊരു വാക്കുകൊണ്ട്. Do you think that great God deserves or asks you to serve him? നീ ചിന്തിക്കുന്നുണ്ടോ ഇത്രയും വലിയൊരു ദൈവം നീ എന്നെ ശുശ്രൂഷിക്കണമെന്ന് പറഞ്ഞ് നിന്നോട് പറഞ്ഞെന്ന്? I smiled at him. ഞാൻ അദ്ദേഹത്തോട് ചിരിച്ചുകൊണ്ടിങ്ങനെ പറഞ്ഞു. I said that is the beauty of the Bible. അതാണ് തിരുവചനത്തിന്റെ മഹാത്മ്യത. That is the beauty of my God. അതാണ് എൻ്റെ ദൈവത്തിന്റെ പ്രത്യേകത. Such a big God lives in this little heart here. അത്രയും വലിയൊരു ദൈവം
എന്റെ ഹൃദയത്തിനകത്താണ് വാസം ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞു. A God who can create the millions of stars at one stroke, He lives in my heart. ഒറ്റ വാക്കുകൊണ്ട് ലക്ഷക്കണക്കിന് നക്ഷത്രങ്ങളെ സൃഷ്ടിക്കാൻ കഴിവുള്ളവൻ എന്റെ അകത്ത് വസിക്കുന്നു. And He called me to go to Bihar. എന്നിട്ട് അദ്ദേഹം എന്നോട് പറഞ്ഞു ബീഹാറിലേക്ക് പോകാൻ. He showed His tears and asked me to go to Bihar. ആ ദൈവം തന്റെ കണ്ണുനീർ തുള്ളികൾ എന്നെ കാണിച്ചിട്ട് എന്നോട് പറഞ്ഞു ബീഹാറിലേക്ക് പോകാൻ. And He said, son, if you don't go, I have none. ദൈവം എന്നോട് പറഞ്ഞു മോനെ നീ പോയില്ലെങ്കിൽ എനിക്ക് അയക്കാൻ വേറെ ആരുമില്ലെന്ന്. That means He wants me to use. അതുകൊണ്ട് തന്നെ ദൈവത്തിന് ഉപയോഗിപ്പാൻ എന്നെ കൊണ്ട് ആവശ്യമുണ്ട്. And He says, without you I will not do the job. അതുകൊണ്ട് തന്നെ ആ ദൈവം എന്നോട് പറഞ്ഞു നീ ഇല്ലാതെ എനിക്ക് പ്രവർത്തനങ്ങൾ ചെയ്യാൻ കഴിയത്തില്ല. That is the greatness of my God. അതാണ് എന്റെ ദൈവത്തിന്റെ ഏറ്റവും വലുപ്പം എന്ന് പറയുന്നത്. My uncle said, എന്റെ അങ്കിൾ ഇങ്ങനെ പറഞ്ഞു, nobody can separate you from the love of God. ഒന്നും നിന്നെ ദൈവത്തിന്റെ സ്നേഹത്തിൽ നിന്ന് വേർപിരിക്കാൻ കഴിയുന്നതല്ല. And he said, I will recommend you back to the company so that you can come back and join the company again. അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, ഞാൻ വേണമെങ്കിൽ നീ ജോലി ചെയ്യുന്ന കമ്പനിയിലേക്ക് പിന്നെയും റെക്കമെൻഡ് ചെയ്ത് നിന്നെ ആ ജോലിയിലേക്ക് പ്രവേശിപ്പിക്കാമെന്ന് പറഞ്ഞു. Why I am sharing this? ഞാൻ എന്തുകൊണ്ടാണ് നിങ്ങളോട് ഇത് പറയുന്നത്? You and I are called by the great God to serve Him. വലിയവനായ ദൈവം എന്നെയും നിങ്ങളെയും വിളിച്ചത് തന്നെ ശുശ്രൂഷിക്കുവാൻ വേണ്ടിയാണ്. Not because He is going to give something. ദൈവം എന്തെങ്കിലും തരാൻ വേണ്ടിയല്ല. Already He has given everything to you. നിങ്ങൾക്ക് വേണ്ടിയത് സകലതും അവൻ തന്നിട്ടുണ്ട്. Everything He has given us. എല്ലാം നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. My Bible says, എന്റെ തിരുവചനം ഇങ്ങനെ പറയുന്നു, if God could have given, not sparing His own son, തന്റെ മകനെ പോലും നിങ്ങൾക്ക് വേണ്ടി തരുവാൻ താൻ മനസ്സ് വെച്ചെങ്കിൽ how come He keep anything from you? മറ്റുള്ളതെല്ലാം നിങ്ങൾക്ക് നിഷേധിക്കുന്നത് എങ്ങനെ? Everything He has already given. എല്ലാം നിങ്ങൾക്ക് വേണ്ടി അവൻ തന്നിട്ടുണ്ട്. So I serve God as a great gratitude to Him. ഞാൻ അതുകൊണ്ട് തന്നെ വളരെയധികം സന്തോഷത്തോടും നന്ദിയോടും കൂടെയാണ് ദൈവത്തെ സ്നേഹിക്കുന്നത്. If anyone over here never seen the love of God, നിങ്ങൾ ഇവിടെ ഇരിക്കുന്നവരിൽ ആരെങ്കിലും ദൈവത്തിന്റെ ഈ സ്നേഹം അതുപോലെ കണ്ടിട്ടില്ല എങ്കിൽ I would love you to see the cross of Calvary where God's love was exhibited. ദൈവത്തിന്റെ സ്നേഹം പ്രദർശിപ്പിക്കപ്പെട്ട കാൽവറി ക്രൂശ് നിങ്ങൾ ഒന്ന് കണ്ടിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. Today the whole India is talking about Anna Hazare. അന്ന ഹസാരയെ കുറിച്ചാണ് ഇന്ത്യ മുഴുവൻ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. People think the second Gandhi has come. രണ്ടാമത്തെ ഗാന്ധിജി ഇതാ വന്നു എന്നാണ് എല്ലാവരും പറയുന്നത്. But one fellow went and slapped Sharad Pawar. എന്നാൽ ഒരു വ്യക്തി ഓടിച്ചെന്ന് ശരത് പവാറിനെ അടിച്ചു. What was the comment Anna Hazare gave? അന്ന ഹസാരെ അതിന് പറഞ്ഞ വാക്കുകൾ എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? He has given only one slap. ഒറ്റൊരടിയല്ലേ കൊടുത്തിട്ടുള്ളൂ. And that means he must have given 2, 3, 4. അതിന്റെ അർത്ഥം ഒരെണ്ണം കൊണ്ട് മതിയാകുന്നതല്ലായിരുന്നു, 2, 3, 4 കൊടുക്കേണ്ടതായിരുന്നു എന്ന്. But see my Jesus. എന്നാൽ എന്റെ യേശുവിനെ ഒന്ന് നോക്ക്. When He was crucified, യേശുവിനെ ക്രൂശിച്ച സമയത്ത് He cried unto the Father, forgive these people. പിതാവിനോട് പറഞ്ഞു, പിതാവേ ഇവരോട് ക്ഷമിക്കണമേ, They don't know what they are doing. എന്താ ചെയ്യുന്നതെന്ന് ഇവർക്ക് അറിയത്തില്ല. That is my Jesus. അതാണ് എന്റെ യേശു. This is Anna Hazare. മറ്റേത് അന്ന ഹസാരെ. Who is great? ആരാ വലിയവൻ? Who is great? ആരാ വലിയവൻ? We know now. നിങ്ങൾക്ക് ഇപ്പോൾ അറിയാം. Another man is talking about black money. വേറൊരാള് ബ്ലാക്ക് മണിയെ കുറിച്ച് പറയുന്നു. You might have heard and read in the newspaper. നിങ്ങൾ അത് മുഴുവൻ ന്യൂസ് പേപ്പറിലൊക്കെ വായിക്കുകയും പഠിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടാകാം. Ramdev, the yoga guru. യോഗ ഗുരുവിനെ കുറിച്ച് നിങ്ങൾ അത് വായിച്ചിട്ടുണ്ടാകാം. രാംദേവ് എന്ന് പറയുന്ന. When police came in search of him, പോലീസ് അദ്ദേഹത്തെ അന്വേഷിച്ചു വന്ന സമയത്ത് he took a chudidar and wore it and ran. അവിടെ ഉണ്ടായിരുന്ന ഒരു ചുരിദാർ എടുത്തിട്ടിട്ട് താൻ ഓടി ഒളിച്ചു. But when people came to catch hold of Jesus, എന്നാൽ യേശുവിനെ പിടിക്കാൻ വേണ്ടി ആൾക്കാർ വന്ന സമയത്ത് Jesus said, it is me. യേശു പറഞ്ഞു, ഇതാ ഞാൻ, I am Jesus. ഞാനാണ് യേശു. If you are such of me, why you arrest my people? Leave them. നിങ്ങൾ എന്നെ അന്വേഷിച്ചാണ് വന്നതെങ്കിൽ മറ്റുള്ളവരെ നിങ്ങൾ എന്തിനാണ് ബന്ധരാക്കുന്നത്? എന്നെ പിടിച്ചോണ്ട് പോ. But Ramdev Baba, what he said? എന്നാൽ രാംദേവ് ബാബ എന്താ പറഞ്ഞത്? Let me sneak like a female. ഞാനൊരു പെണ്ണിന്റെ വേഷം ധരിച്ച് എങ്ങനെങ്കിലും ഓടി രക്ഷപ്പെടട്ടെ. And you catch hold of my disciples.
നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരെ വേണേ പിടിച്ചോ. That is the beauty of this worldly leader, and that is the beauty of my Jesus. അതാണ് ഈ ലോകത്തിന്റെ നേതാവും എൻ്റെ യേശുവും തമ്മിലുള്ള വ്യത്യാസം. Hallelujah. ഹല്ലേലൂയ. That is why I serve this God. അതാണ് എൻ്റെ ദൈവം. That's why I follow Jesus. അതുകൊണ്ടാണ് ഞാൻ യേശുവിനെ സ്നേഹിക്കുന്നതും പുറകെ പോകുന്നതും. I cannot see a supreme love in anybody. വേറെ ആരിലും ഇത്രയും ശ്രേഷ്ഠമായ ഒരു സ്നേഹം എനിക്ക് കാണാൻ കഴിയുന്നില്ല. He not only loves me, അദ്ദേഹം എന്നെ മാത്രമല്ല സ്നേഹിക്കുന്നത്, he shows me his purpose. ആ ദൈവം എന്നെ സംബന്ധിച്ചുള്ള ഉദ്ദേശം കൂടെ എനിക്ക് വ്യക്തമാക്കി തരുന്നു. I have a purpose in his kingdom. ദൈവത്തിന്റെ രാജ്യത്തിൽ എന്നെ സംബന്ധിച്ച് ദൈവത്തിന് ഒരു ഉദ്ദേശമുണ്ട്. I have a purpose for my life. എന്റെ ജീവിതത്തെ സംബന്ധിച്ച് ദൈവത്തിന് ഒരു ഉദ്ദേശമുണ്ട്. I have a purpose for my living. ഞാൻ ജീവിക്കുന്നതിന്റെ പിന്നിൽ തന്നെ ഒരു ഉദ്ദേശമുണ്ട്. I am taken towards a goal. ഞാൻ ഒരു ലക്ഷ്യത്തിലേക്ക് നയിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. So not only I enjoy his love every day, ഞാൻ ദൈവത്തിന്റെ സ്നേഹം ഓരോ ദിവസം അനുഭവിക്കുക മാത്രമല്ല ചെയ്യുന്നത്, but I want to fulfill the role for which I am chosen. എന്നെ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന ആ പ്രവൃത്തി നിറവേറ്റാനും കൂടെയാണ്. Because my Bible says, കാരണം തിരുവചനം ഇങ്ങനെ പറയുന്നു, in John 15:16, യോഹന്നാന്റെ സുവിശേഷം 15:16, I have chosen you. ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു. I have chosen you. ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു. It's not me choosing God. ഞാനല്ല ദൈവത്തെ തിരഞ്ഞെടുത്തത്. Hey, what a beauty. അതാണ് അവിടെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. Great almighty God. ഏറ്റവും ശക്തനായിട്ടുള്ള ദൈവം, The God with all splendor and glory. എല്ലാ മഹത്വവുമുള്ള ആ ദൈവം, That God who sits on the throne. ആ സിംഹാസനത്തിൽ ഇരിക്കുന്ന ദൈവം, The one who is operating the whole world. ഈ ലോകത്തെ മുഴുവൻ ചലിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ആ ദൈവം, The one who is holding the whole thing in his ഈ മുഴുവൻ ലോകത്തെയും തന്റെ ഉള്ളം കൈകളിൽ വഹിച്ചു കൊണ്ടിരിക്കുന്ന ദൈവം, He has chosen me and ആ you. ദൈവം എന്നെ തെരഞ്ഞെടുത്തിരിക്കുകയാണ്. Oh, what a great joy to know this truth. ഈ സത്യം അറിയുന്നത് എത്ര മഹത്വകരമായി സന്തോഷകരമായിട്ടുള്ള കാര്യമാണ്. That means അതിന്റെ അർത്ഥം, you have a purpose. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിന് ഒരു ഉദ്ദേശമുണ്ട്. You have a purpose. നിങ്ങളെ സംബന്ധിച്ച് ദൈവത്തിന് ഒരു ഉദ്ദേശമുണ്ട്. You have a purpose. നിങ്ങളെ സംബന്ധിച്ച് ദൈവത്തിന് ഒരു ഉദ്ദേശമുണ്ട്. But the biggest question today, എന്നാൽ ഇന്ന് അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ ചോദ്യം, many people don't know the purpose of God. പലർക്കും ദൈവത്തിന്റെ ഉദ്ദേശം എന്താണെന്ന് അറിയത്തില്ല. Even though they sing, അവരെ പാട്ട് പാടുന്നുണ്ട്, they pray, അവരെ പ്രാർത്ഥിക്കുന്നുണ്ട്, they read the Bible, അവര് ദൈവവചനം വായിക്കുന്നുണ്ട്, they go to the church, അവര് സഭയിലേക്ക് പോകുന്നുണ്ട്, they attend the meetings, അവരെ മീറ്റിങ്ങുകളിലേക്ക് സംബന്ധിക്കുന്നുണ്ട്. but you ask somebody, do you know the purpose of God? എന്നാൽ നിങ്ങൾ ആരെങ്കിലോടും ചോദിക്കുക, ദൈവത്തിന് നിങ്ങളെ കുറിച്ചുള്ള ഉദ്ദേശം നിങ്ങൾക്ക് അറിയാമോ? They will say, trying to understand. അവരിങ്ങനെ പറയും, ഞാൻ അറിയാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാ. Shall I ask a question? നിങ്ങളോട് ആ ചോദ്യം ഞാൻ ചോദിക്കട്ടെ? Simple question. ഒരു വളരെ സാധാരണമായിട്ടുള്ള ചോദ്യം. Have you ever attempted to know the purpose of God for your existence? നിങ്ങൾ ഈ ലോകത്ത് ജീവിക്കുന്നതിൻ്റെ പിന്നിലുള്ള ദൈവത്തിൻ്റെ ഉദ്ദേശം അറിയാനുള്ള ഒരു ശ്രമം നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ടോ? Have you ever asked a question, why do you love me so? കർത്താവിനോട് എന്തെങ്കിലും ഒരിക്കൽ, കർത്താവെ എന്നെ ഇത്രമാത്രം അങ്ങ് സ്നേഹിക്കുന്നതിന്റെ പിന്നിൽ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടോ? If you understand this, you will be the wisest person in the whole world. ഈ ലോകത്ത് ഈ ഒരു സത്യം നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ലോകത്തേക്കും വെച്ച് ഏറ്റവും ജ്ഞാനിയായ മനുഷ്യനാകും നിങ്ങൾ. It's not Obama, it's not Dr. Manmohan Singh. ഡോക്ടർ മൻമോഹൻ സിംഗോ ഒബാമയോ അല്ല യഥാർത്ഥത്തിൽ ജ്ഞാനികൾ. The wisest person is the one who knows the purpose of God in his life. തൻ്റെ ജീവിതത്തിൽ ദൈവത്തിനുള്ള ഉദ്ദേശം വ്യക്തമായി മനസ്സിലാക്കുന്നവനാണ് യഥാർത്ഥത്തിൽ ജ്ഞാനമുള്ളവൻ. But I would like to bring a story of a person who, even though knew the purpose of God, but hide himself behind comforts. ഞാൻ നിങ്ങളുടെ മുൻപിൽ ഒരു കഥ കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുകയാണ്. ദൈവത്തിൻ്റെ ഉദ്ദേശങ്ങൾ വ്യക്തമായിട്ട് അറിഞ്ഞിട്ടും തൻ്റെ സുഖ സൗകര്യങ്ങളിൽ മറഞ്ഞു നിന്ന വ്യക്തി. A well-known person, but I want to bring some truths about him. വളരെയധികം നമുക്ക് അറിയാവുന്ന ഒരു വ്യക്തിയാണ്, എന്നാൽ അദ്ദേഹത്തെക്കുറിച്ചുള്ള ചില സത്യങ്ങൾ നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. If you turn with me to 1 Samuel 22nd chapter. 1 ശമൂവേലിന്റെ പുസ്തകം 22-ാമത്തെ അധ്യായത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ നിങ്ങളൊന്ന് തിരിക്കുകയാണെങ്കിൽ, I am going to read only one verse so that you can understand better. ഒറ്റൊരു വാക്യം മാത്രമേ ഞാൻ വായിക്കാൻ താല്പര്യപ്പെടുന്നുള്ളൂ, പക്ഷേ അതിൽ നിന്ന് നിങ്ങൾക്ക് ആ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും. 1 Samuel 22nd chapter. 1 ശമൂവേലിന്റെ പുസ്തകം 22-ാം അധ്യായം. We are going to meditate from verse 1 to 5. 1 തുടങ്ങി 5 വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ ചിന്തയ്ക്ക് വേണ്ടി എടുക്കുന്നത്. And I want to show you a character who was a great
courageous person. ഞാൻ നിങ്ങളുടെ മുൻപിൽ കൊണ്ടുവരുവാനിരിക്കുന്ന വ്യക്തി വളരെയധികം ധൈര്യശാലിയും വളരെയധികം ഓരോ കാര്യങ്ങൾ ചെയ്യുവാൻ പ്രാപ്തനുമായിരുന്നു. His name is David. അദ്ദേഹത്തിന്റെ പേര് ദാവീദ് എന്നാണ്. And let me read 1 to 5 so that you can have a better understanding. 1 തുടങ്ങി 5 വരെയുള്ള വാക്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി വായിക്കാം, നിങ്ങൾക്ക് അത് വ്യക്തമായിട്ട് മനസ്സിലാകുന്നതിനായി. 1 Samuel 22nd chapter verse 1 onwards. 1 ശമൂവേൽ 22 അധ്യായം 1 തുടങ്ങി 5 വരെയുള്ള വാക്യങ്ങളാണ്. David therefore departed from there and escaped to the cave of Adullam, and when his brothers and all his father's house heard it, they went down there to him. And everyone who was in distress, everyone who was in debt, everyone who was discontented, gathered to him. So he became captain over them. And there were about 400 men with him. Then David went from there to Mizpah of Moab, and he said to the king of Moab, please let my father and mother come here with you till I know what God will do for me. So he brought them before the king of Moab, and they dwelt with him all the time that David was in the stronghold. Now the prophet God said to David, do not stay in the stronghold. Depart and go to the land of Judah. So David departed and went into the forest of Hereth. അങ്ങനെ ദാവീദ് അവിടം വിട്ട് അദുല്ലാം ഗുഹയിലേക്ക് ഓടിപ്പോയി. അവൻ്റെ സഹോദരന്മാരും അവൻ്റെ പിതൃഭവനമൊക്കെയും അത് കേട്ട് അവൻ്റെ അടുക്കൽ ചെന്നു. ഞെരുക്കമുള്ളവർ, കടമുള്ളവർ, സന്തുഷ്ടിയില്ലാത്തവർ എന്നീ വകക്കാർ ഒക്കെയും അവൻ്റെ അടുക്കൽ വന്നുകൂടി. അവൻ അവർക്ക് തലവനായി തീർന്നു. അവനോടുകൂടെ ഏകദേശം 400 പേർ ഉണ്ടായിരുന്നു. അനന്തരം ദാവീദ് അവിടം വിട്ട് മോവാബിലെ മിസ്പയിൽ ചെന്നു. മോവാബ് രാജാവിനോട്, ദൈവം എനിക്ക് വേണ്ടി എന്ത് ചെയ്യും എന്ന് അറിയുവോളം എൻ്റെ അപ്പനും അമ്മയും നിങ്ങളുടെ അടുക്കൽ വന്ന് പാർപ്പാൻ അനുവദിക്കണമേ എന്നപേക്ഷിച്ചു. അവൻ അവരെ മോവാബ് രാജാവിൻ്റെ സന്നിധിയിൽ കൊണ്ടുചെന്നു. ദാവീദ് ദുർഗത്തിൽ താമസിച്ച കാലമൊക്കെയും അവർ അവിടെ പാർത്തു. എന്നാൽ ഗാദ് പ്രവാചകൻ ദാവീദിനോട്, ദുർഗത്തിൽ പാർക്കാതെ യഹൂദാ ദേശത്തേക്ക് പൊയ്ക്കൊള്ളുക എന്ന് പറഞ്ഞു. അപ്പോൾ ദാവീദ് പുറപ്പെട്ട് ഹേരെത്ത് കാട്ടിൽ വന്നു. To make you understand better, നിങ്ങൾക്ക് കുറെ കൂടെ വ്യക്തമായി മനസ്സിലാകേണ്ടതിന് I would like to talk about little background of this. ഞാൻ ഇതിന്റെ പശ്ചാത്തലം നിങ്ങളോടൊന്ന് സംസാരിക്കാൻ താല്പര്യപ്പെടുന്നു. God raised a king called Saul over Israel. ശൗൽ എന്ന് പറയുന്ന രാജാവിനെ ഇസ്രായേൽ ഗൃഹത്തിന് തലവനായി ദൈവം രാജാവായി അഭിഷേകം ചെയ്തു. But when he failed God, എന്നാൽ അവൻ ദൈവത്തെ തോൽപ്പിച്ചു കളഞ്ഞപ്പോൾ God had to look for somebody else. ദൈവം വേറൊരുവനെ അന്വേഷിച്ചു. God was disappointed with the first king of Israel. ആദ്യത്തെ രാജാവ് നിമിത്തം ദൈവം വളരെയധികം നിരാശ തോന്നി. And that is why God was in search of somebody അതുകൊണ്ടാണ് ദൈവം വേറൊരുവനെ അന്വേഷിച്ചു കൊണ്ടിരുന്നത്, through whom he can fulfill his purpose. തന്റെ ഉദ്ദേശം ആരിൽ കൂടെങ്കിലും നിവർത്തിക്കാൻ കഴിയുന്ന ഒരുവനെ അന്വേഷിച്ചു. Listen, people of God, ദൈവജനമേ, എന്നെ ഒന്ന് ശ്രദ്ധിച്ചേ. God has got a purpose to fulfill on this earth. ഈ ഭൂമിയിൽ ദൈവത്തിന് നിറവേറ്റാനുള്ള ഒരു ഉദ്ദേശമുണ്ട്. For that he was always looking for people. അതിനുവേണ്ടി ദൈവം എപ്പോഴും മനുഷ്യരെ അന്വേഷിച്ചു കൊണ്ടിരുന്നു. It may be a man or a woman. ഒരു ആണായിരിക്കാം അല്ലെങ്കിൽ ഒരു പെണ്ണായിരിക്കാം. And God choose somebody, equip them, and then waiting for them to act. ദൈവം ആരെങ്കിലും ഒരാളെ തെരഞ്ഞെടുക്കുകയും അവരെ വളർത്തിയെടുക്കുകയും അവർക്ക് ആവശ്യമുള്ളത് നൽകുകയും എന്നിട്ട് അവർ പ്രവർത്തിക്കാൻ വേണ്ടി കാത്തിരിക്കുകയും ചെയ്യും. When they failed or disappointed God is so sad. എന്നാൽ ആരെങ്കിലും ദൈവത്തെ നിരാശപ്പെടുത്തുകയും ദൈവത്തെ അങ്ങനെ തോൽപ്പിക്കുകയും ചെയ്യുമ്പോൾ ദൈവം വേറൊരാളെ അന്വേഷിച്ചു കൊണ്ടിരുന്നു. The Bible says again and again the disappointment of God with people. ദൈവവചനം പിന്നെയും പിന്നെയും മനുഷ്യർ നിമിത്തം ദൈവത്തിനുണ്ടായ നിരാശയെക്കുറിച്ച് നമുക്ക് വായിക്കാൻ കഴിയുന്നുണ്ട്. When God created the first man Adam, ആദ്യത്തെ മനുഷ്യനായ ആദാമിനെ ദൈവം സൃഷ്ടിച്ചപ്പോൾ when he failed God, he was disappointed. അദ്ദേഹം ദൈവത്തെ തോൽപ്പിച്ചു കളഞ്ഞപ്പോൾ ദൈവത്തിന് വളരെയധികം നിരാശ തോന്നി. And he was crying and having a big burden in his heart. ദൈവത്തിന് വളരെയധികം സങ്കടം തോന്നി. In the same way, God raised this man, ordinary man, to be a king over his people. അതുപോലെ തന്നെയാണ് ശൗൽ എന്ന് പറയുന്ന വ്യക്തിയെ സാധാരണ നിലയിൽ നിന്ന് ഇസ്രായേലിന്റെ രാജാവാകാൻ വേണ്ടി ഉയർത്തിക്കൊണ്ടുവന്നത്. He never wanted to be a king.
ശൗലിന് ഒരിക്കലും രാജാവാകണമെന്ന് താല്പര്യമില്ലായിരുന്നു. Anointed him as a king. എന്നാൽ ദൈവം അവനെ രാജാവായി അഭിഷേകം ചെയ്തു. But he failed again. പിന്നെയും അവൻ ദൈവത്തെ നിരാശപ്പെടുത്തി. God was disappointed and discouraged. ദൈവം വളരെയധികം ക്ഷീണിക്കുകയും മനസ്സിൽ ക്ഷീണിക്കുകയും നിരാശപ്പെടുകയും ചെയ്തപ്പോൾ, That is why God need to choose one person called David. അതുകൊണ്ടാണ് ദൈവം ദാവീദ് എന്ന് പറയുന്ന വേറൊരു വ്യക്തിയെ തെരഞ്ഞെടുക്കേണ്ട ആവശ്യകത വന്നത്. He sent his prophet to anoint David among his brethren. മറ്റുള്ള സഹോദരന്മാരുടെ ഇടയിൽ വെച്ച് ദാവീദിനെ അഭിഷേകം ചെയ്യാൻ ദൈവം തന്റെ പ്രവാചകനെ അയച്ചു. Before sending Samuel, God said to Samuel, I have found a man who will fulfill all my desires. ദൈവം ഈ ദാവീദിനെ അഭിഷേകം ചെയ്യുന്നതിന് മുൻപ് ശമൂവേലിനോട് പറഞ്ഞു, ഞാൻ ഒരു മനുഷ്യനെ കണ്ടിട്ടുണ്ട്, അവൻ എന്റെ ഉദ്ദേശങ്ങൾ മുഴുവൻ അതേപടി നിറവേറ്റുന്നവനാണ്. That means God always looks for people, those who are willing to fulfill the purpose of God on this earth. അങ്ങനെയാണ് ദൈവം ഓരോ സമയത്തും ദൈവത്തിന്റെ ഉദ്ദേശങ്ങൾ ഈ ഭൂമിയിൽ നടത്തിക്കുന്നതിന് വേണ്ടി മനുഷ്യരെ എപ്പോഴും അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ്. My Bible says his eyes are going to and fro looking for somebody who is faithful unto him. ദൈവവചനം ഇങ്ങനെ പറയുന്നു, വിശ്വസ്തരായിട്ടുള്ള വ്യക്തികളെ അന്വേഷിച്ചുകൊണ്ട് ദൈവത്തിന്റെ കണ്ണുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. God even today is searching for people. Even in this small crowd, God is looking for people, those who are willing to fulfill his purpose. ഈ ചെറിയൊരു കൂട്ടത്തിൽ പോലും ദൈവത്തിന്റെ ഉദ്ദേശങ്ങൾ അതുപോലെ നടത്തിക്കുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന് ദൈവം അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ്. When he found little faithfulness in your heart, നിന്റെ അകത്ത് ഒരു അല്പം വിശ്വസ്തത ദൈവം കാണുമ്പോൾ, when he finds some truth in your heart, നിങ്ങളുടെ അകത്ത് അല്പമായിട്ടുള്ള സത്യം ദൈവം കാണുമ്പോൾ, when he sees a dream or a desire in your heart, നിങ്ങളുടെ അകത്തുള്ള ഏതെങ്കിലും ഒരു ആഗ്രഹമോ സ്വപ്നമോ ദൈവം കാണുമ്പോൾ, he says and saying with a thrill, say, I have found a man. അങ്ങനെയുള്ളപ്പോൾ ദൈവം വളരെയധികം സന്തോഷവാനായിട്ട് ഇങ്ങനെ വിളിച്ചു പറയും, ഇതാ ഞാൻ ആ മനുഷ്യനെ കണ്ടെത്തിയിരിക്കുന്നു. Hey, God is so excited to see somebody responding to the purpose of God. ദൈവത്തിന്റെ ഉദ്ദേശത്തോട് പ്രതികരിക്കുന്ന ആരെങ്കിലും കാണുന്ന സമയത്ത് ദൈവത്തിന് വളരെയധികം സന്തോഷമാണ്. Friends, if you realize this, നിങ്ങൾ പ്രിയ സുഹൃത്തുക്കളെ, ഇത് നിങ്ങളൊന്ന് തിരിച്ചറിയുകയാണെങ്കിൽ, if you respond to the call, ദൈവത്തിന്റെ ആ വിളിയോടുള്ള ബന്ധത്തിൽ നിങ്ങൾ പ്രതികരിക്കുകയാണെങ്കിൽ, whole life will be revolutionized. നിങ്ങളുടെ ജീവിതം മുഴുവൻ ഒന്ന് മാറ്റപ്പെടും. I want to tell you, നിങ്ങളോട് ഞാൻ ഇങ്ങനെ പറയട്ടെ, many people don't understand this. പല ആൾക്കാർക്കും ഇത് മനസ്സിലാകുന്നില്ല. God looks for people all the time. ദൈവം എപ്പോഴും മനുഷ്യരെ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ്. Will this person fulfill my purpose? ഈ വ്യക്തി എന്റെ ഉദ്ദേശങ്ങൾ നിറവേറ്റുമോ? Will this person fulfill my purpose? ഈ വ്യക്തി എന്റെ ഉദ്ദേശങ്ങൾ അങ്ങനെ തന്നെ മനസ്സിലാക്കി പ്രവർത്തിക്കുമോ? Will this girl fulfill my purpose? ഈ പെൺകുട്ടി എന്നെ സംബന്ധിച്ചുള്ള ഉദ്ദേശങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കുമോ? When they say yes Lord, yes Lord, as we sang yes Lord, yes Lord, അവരെല്ലാവരും അതേ ദൈവമേ അതേ ദൈവമേ എന്ന് നമ്മൾ നേരത്തെ പാടിയതുപോലെ സമ്മതിച്ചു കൊടുക്കുമ്പോൾ, he is excited and said, I have found a man. ദൈവം വളരെയധികം സന്തോഷവാനായിട്ട് ഇങ്ങനെ പറയും, ഇതാ ഞാൻ ആ മനുഷ്യനെ കണ്ടെത്തിയിരിക്കുന്നു. Hallelujah. Hallelujah. That is what he said about David. അതാണ് ദാവീദിനെ കുറിച്ച് ദൈവം പറഞ്ഞത്. I found a man. ഞാൻ ഇതാ ഒരു മനുഷ്യനെ കണ്ടെത്തിയിരിക്കുന്നു. Samuel, ശമൂവേലിനോട് പറഞ്ഞു, come on, നീ എഴുന്നേൽക്ക്, take the bottle of oil and pour on him. നീ അഭിഷേകത്തിന്റെ തൈലം എടുത്ത് അവന്റെ തലയിൽ ഒഴിക്ക്. Even the prophet Samuel was trembling. If I go, what King Saul will do? ശമൂവേൽ പോലും വിറയ്ക്കുകയായിരുന്നു, ഞാൻ അങ്ങോട്ട് ഇങ്ങനെ അഭിഷേക തൈലം കൊണ്ട് പോവുകയാണെങ്കിൽ ശൗൽ എന്ത് ചിന്തിക്കും? God said, go, I will be with you. എന്നാൽ ദൈവം പറഞ്ഞു, നീ പോ, ഞാൻ നിന്നോട് കൂടെ ഉണ്ടാകും. And he went and anointed this person who was forgotten and forsaken by his own family. തൻ്റെ കുടുംബത്താൽ പോലും മറക്കപ്പെട്ട് നിരാകരിക്കപ്പെട്ട ആ വ്യക്തിയെ ദാവീദിനെ കണ്ടപ്പോൾ, David's father didn't remember there was a son called David. ദാവീദ് എന്ന് പറയുന്ന ഒരു മകൻ ഉണ്ടായിരുന്നു എന്നുള്ളത് പോലും ദാവീദിന്റെ പിതാവ് വ്യക്തമായി ഓർത്തില്ല. When Lalu Prasad became the chief minister of Bihar at one time, ഒരു സമയത്ത് ബീഹാറിന്റെ മുഖ്യമന്ത്രിയായിട്ട് ലാലു പ്രസാദ് തെരഞ്ഞെടുക്കപ്പെട്ട സമയത്ത്, then the newspaper reporters came and asked him, ന്യൂസ് പേപ്പറിന്റെ റിപ്പോർട്ടേഴ്സ് അദ്ദേഹത്തോട് വന്ന് ചോദിച്ചു, Laluji, how many children you have? ലാലുജി, നിങ്ങൾക്ക് എത്ര മക്കളാണുള്ളതെന്ന്. You know, Lalu is always a joker. നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാമല്ലോ, ലല്ലു പ്രസാദ് എപ്പോഴും തമാശ പറയുന്ന ഒരു വ്യക്തിയാണ്. He called his wife, Rabdi, Rabdi, idhar aao. അദ്ദേഹം തന്റെ ഭാര്യയെ വിളിച്ചു, ഇവിടെ വന്നേ ഇവിടെ വന്നേ എന്ന് പറഞ്ഞു. Hey, how many children we have? നമുക്ക് എത്ര മക്കളാണുള്ളതെന്ന് ചോദിച്ചു.
He was asking his wife. അദ്ദേഹത്തിന്റെ ഭാര്യയോട് ചോദിക്കുകയായിരുന്നു. She said 9. അവർ പറഞ്ഞു 9 പേര്. And Lalu asked, 9 children we have? അദ്ദേഹം പെട്ടെന്ന് ചോദിച്ചു 9 പിള്ളേരുണ്ടോ നമുക്ക്? You know, it's such a situation with David's family also. ദാവീദിന്റെ കുടുംബത്തിലും ഈ ഒരു സാഹചര്യമൊക്കെ തന്നെയായിരുന്നു. When Samuel asked his father to bring all his sons, ശമൂവേൽ ദാവീദിന്റെ പിതാവിനോട് തന്നെ മക്കളെ എല്ലാവരെയും കൂട്ടിക്കൊണ്ട് വരാൻ പറഞ്ഞപ്പോൾ he brought all the 7 fellows. എല്ലാ 7 മക്കളെയും കൊണ്ടുവന്നു. And Samuel was asking, is it all your children? ശമൂവേൽ എന്നിട്ട് പിന്നെ അങ്ങോട്ട് ചോദിക്കുകയാണ്, ഇത്രയും പേരെ നിങ്ങൾക്ക് മക്കളായിട്ടുള്ളോ? Then he said, yes, just one fellow is in the forest. അല്ലല്ല, ഒരാളും കൂടെ ഉണ്ട്, അവൻ കാട്ടിലാണ്, looking after my sheep. എന്റെ ആടുകളെ മേയിച്ചുകൊണ്ടിരിക്കുകയാ. I forgot he's the youngest fellow. ഞാൻ മറന്നുപോയി, അവൻ ഏറ്റവും ഇളയവനാണ്. Hey, God could remember when people forgot. Even your father forgot, God remembers people. അപ്പനും അമ്മയും കൂടെ ഉള്ളവരും മറന്നാലും ദൈവം ഓർക്കുന്നുണ്ട് നിങ്ങളെ. That is my God. അതാണ് എന്റെ ദൈവം. That is the love of my God. അതാണ് എന്റെ ദൈവത്തിന്റെ സ്നേഹം. For what? For what he remembers? എന്തിനു വേണ്ടിയാണ് നിങ്ങൾ ഓർക്കുന്നത്? Why he is remembering you? നിങ്ങൾക്ക് അറിയാമോ അവൻ എന്തിനാണ് നിങ്ങളെ ഇങ്ങനെ ഓർക്കുന്നതെന്ന്? This person will fulfill my purpose. ഈ വ്യക്തി അവനെ സംബന്ധിച്ചുള്ള ഉദ്ദേശങ്ങൾ നിവർത്തിക്കുന്നവനാണ്. What was the purpose during the time of David? ദാവീദിന്റെ സമയത്തെ കാലഘട്ടത്തിൽ എന്തായിരുന്നു ദൈവത്തിന്റെ ഉദ്ദേശം? During the time of David, the enemies, the Philistines, during that time, Philistines were really oppressing and killing God's people. ദാവീദ് ജീവിച്ചിരുന്ന ആ കാലഘട്ടത്തിൽ ഫിലിസ്ത്യ സൈന്യം ഇസ്രായേൽ മക്കളെ ഉപദ്രവിക്കുകയും അവരെ ആവർത്തിച്ച് കൊല്ലുകയും ചെയ്തുകൊണ്ടിരുന്ന ഒരു കാലഘട്ടം. Every time they loot their property. എപ്പോഴും അവരുടെ സ്വത്തുക്കൾ മുഴുവൻ കവർന്നു കൊണ്ടുപോകുന്നവർ. Every time they loot their good people. അവിടെയുള്ള നല്ല ആൾക്കാരെ മുഴുവൻ എടുത്തുകൊണ്ട് പോകാറുണ്ട്. So God wanted to give peace to his people. അതുകൊണ്ട് തന്നെ ദൈവത്തിന് തന്റെ ജനത്തിന് സമാധാനം കൊടുക്കണമെന്ന് ആഗ്രഹിച്ചു. God wants to put a full stop to the enemy. ഈ ശത്രുവിനെ വന്നിട്ട് നിർത്തണമെന്ന് ദൈവം ആഗ്രഹിച്ചു. That is why he lifted up this David. അതുകൊണ്ടാണ് ദൈവം ഈ ദാവീദിനെ ഉയർത്തിക്കൊണ്ടുവന്നത്. Anointed him. അവന് മേൽ അഭിഷേക തൈലം ഒഴിച്ചു. But after the anointment, എന്നാൽ അഭിഷേകത്തിന് ശേഷം David went back to talk to the sheep. പിന്നെയും ദാവീദ് ആടുകളെ മേയ്ക്കാൻ വേണ്ടി തന്നെ പോയി. He didn't become a king immediately. ഉടനെ തന്നെ അദ്ദേഹം ഒരു രാജാവായില്ല. Many people think when the anointing comes, I must be a pastor of a church, I must be the preacher, I must go to the limelight of the big meeting. എപ്പോഴെങ്കിലും അഭിഷേകത്തിന്റെ തൈലം വീണ് കഴിഞ്ഞാൽ ഉടനെ തന്നെ ആൾക്കാരെ ഞെട്ടിയുണെന്ന് പറയുന്നത് ഞാൻ ഉടനെ തന്നെ ഒരു പാസ്റ്റർ ആകണം, ഉടനെ തന്നെ വലിയ സ്റ്റേജുകൾ കിട്ടണം, പ്രസംഗമൊക്കെ ചെയ്യണമെന്നുള്ളതാണ്. Everybody wants a mic immediately. എപ്പോഴും ആൾക്കാർക്ക് പെട്ടെന്ന് ഒരു മൈക്കാണ് കയ്യിൽ വേണ്ടിയത്. That's not the way God works. അങ്ങനെയല്ല ദൈവം സാധാരണ പ്രവർത്തിക്കുന്നത്. I want to tell you. എനിക്ക് നിങ്ങളോട് പറയാൻ താല്പര്യപ്പെടുന്നത്, I want to tell you. എനിക്ക് നിങ്ങളോട് പറയാൻ താല്പര്യമുള്ളത്, And David was with the sheep. ദാവീദ് പിന്നെയും ആടിനോട് കൂടെ തന്നെ ആയിരുന്നു. The one day God wanted to bring him to the forefront. ഒരു ദിവസം ദൈവത്തിന് അവനെ ആട്ടിൻകൂട്ടത്തിന്റെ ഇടയിൽ നിന്ന് മുൻപന്തിയിലേക്ക് കൊണ്ടുവരണം. Then his father remembered David. അപ്പോൾ ഈ അപ്പന് ദാവീദിനെ ഓർമ്മ വന്നു. He called him. അദ്ദേഹത്തെ വിളിച്ചു. Hey, your brothers have gone for war. നിന്റെ സഹോദരന്മാരെല്ലാം ഇതാ യുദ്ധത്തിന് പോയിരിക്കുക. Along with the king they are gone. രാജാവിന്റെ കൂടെ അവർ യുദ്ധത്തിന് വേണ്ടി പോയിരിക്കുകയാ. And please go and give some food. അവർക്ക് പോയി ഭക്ഷിപ്പാൻ എന്തെങ്കിലും ആഹാരം കൊടുക്കാൻ പറഞ്ഞു. David didn't know what is going to happen in the battlefield. ദാവീദ് ഒരിക്കലും അറിഞ്ഞിരുന്നില്ല അവിടെ യുദ്ധകളത്തിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന്. Listen to me, the way God works. നിങ്ങൾ എന്നെ ഒന്ന് ശ്രദ്ധിച്ചേ, ദൈവം എങ്ങനെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നതെന്ന് അറിയാൻ. He never knew what is going to happen in the battlefield. ഈ അഭിഷേകത്തിന്റെ തൈലം വീണ ദാവീദിന് അറിയത്തില്ലായിരുന്നു യുദ്ധകളത്തിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന്. അദ്ദേഹത്തിന്റെ പിതാവ് അല്പം ആഹാരവുമായിട്ട് സഹോദരന്മാരുടെ അടുക്കലേക്ക് അയച്ചു. But he was obedient to that little thing. ആ ചെറിയ കാര്യത്തിൽ അല്പമായുള്ളതിൽ അദ്ദേഹം വിശ്വസ്തനായിരുന്നു. Immediately he didn't say, I got anointing you should treat me as a big man. അദ്ദേഹം പറഞ്ഞില്ല, ഞാൻ എന്റെ മേൽ അഭിഷേകത്തിന്റെ തൈലമൊക്കെ വീണത് അതുകൊണ്ട് നിങ്ങൾ വലിയൊരാളായിട്ട് എന്നെ കാണണമെന്നൊന്നും പറഞ്ഞില്ല. No. അങ്ങനെ പറഞ്ഞില്ല. Yes father. ശരി പിതാവേ. Yes father. ശരി പിതാവേ.
I wanted to share one of the testimony of my uncles. എൻ്റെ ഒരു അങ്കിളിന്റെ സാക്ഷ്യം ഇവിടെ പറയണമെന്ന് ഞാൻ താല്പര്യപ്പെടുന്നു. My own maternal uncle. എൻ്റെ മാതാവിൻ്റെ വകയിലുള്ള ഒരു അങ്കിളിനെ കുറിച്ച്. He 50 years back he finished his matriculation. 50 വർഷത്തിന് മുൻപ് തൻ്റെ 10ാം ക്ലാസ് പഠിത്തം കഴിഞ്ഞ വ്യക്തി. 50 years back matriculation was a big degree. 50 വർഷത്തിന് മുൻപ് 10ാം ക്ലാസ് പാസ്സാകുക എന്നുള്ളത് വലിയൊരു ഡിഗ്രി ആയിരുന്നു. Now MBBS has got no value, BE has got no value, ME has got no value. ഇപ്പോൾ MBBS-നോ BE-ക്കോ ME-ക്കോ പോലും വലിയ പ്രാധാന്യതയൊന്നുമില്ല. Now people are so many, plenty of engineers, plenty of doctors. ഇപ്പോൾ ഒരുപാട് ഡോക്ടർമാരുമുണ്ട്, ഒരുപാട് എഞ്ചിനീയർമാരുമുണ്ട്. I am talking about 50 years back. ഞാൻ 50 വർഷം മുൻപുള്ള കാര്യങ്ങളെ കുറിച്ചാണ് പറയുന്നത്. 50 years back somebody finished matriculation, I have done matriculation. ആരെങ്കിലും 50 വർഷത്തിന് മുൻപ് മെട്രിക്കുലേഷൻ പഠിത്തം പൂർത്തീകരിച്ച വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അവർ പറയും ഇതാ ഞാൻ 10ാം ക്ലാസ് പൂർത്തിയാക്കിയ വ്യക്തിയാണ്. One of my relatives are having a big factory in Tuticorin. തൂത്തുക്കുടിയിൽ എൻ്റെ അടുത്ത ബന്ധത്തിലുള്ളവർക്ക് ഒരു ഫാക്ടറി ഉണ്ട്. And my father recommended my uncle to go and work in that factory. എൻ്റെ പിതാവ് ആ അങ്കിളിനെ ആ ഫാക്ടറിയിൽ ചെന്ന് ജോലി ചെയ്യാൻ വേണ്ടി ശുപാർശ ചെയ്തു. My father phoned to the owner of that company. ആ കമ്പനിയുടെ ഓണറിനെ എൻ്റെ പിതാവ് ഫോൺ ചെയ്തു. And he said my brother-in-law is coming, give him some job. എൻ്റെ അളിയൻ അവിടേക്ക് വരുന്നുണ്ട്, തീർച്ചയായിട്ടും അവൻ എന്തെങ്കിലും ഒരു ജോലി കൊടുക്കണമെന്ന് പറഞ്ഞു. And my father said give him a decent job. എൻ്റെ പിതാവ് ഇങ്ങനെ പറഞ്ഞു, നല്ലൊരു ജോലി അവന് കൊടുക്കണം. And that owner also promised it, I will definitely give a decent job. ആ ഫാക്ടറിയുടെ ഓണറും പറഞ്ഞു ഞാൻ തീർച്ചയായിട്ടും നല്ലൊരു ജോലി തന്നെ കൊടുക്കാമെന്ന്. He wanted to give the head clerk's job to my uncle. എൻ്റെ അങ്കിളിന് ഹെഡ് ക്ലർക്ക് ജോലി കൊടുക്കണമെന്നാണ് താല്പര്യപ്പെട്ടത്. That owner was thinking in his heart, I will give this boy a head clerk's job. ആ വ്യക്തി, ആ ഫാക്ടറിയുടെ ഉടമസ്ഥൻ ഇങ്ങനെ ചിന്തിച്ചു, ഈ വ്യക്തിക്ക് ഈ കമ്പനിയിലെ ഹെഡ് ക്ലർക്കിന്റെ ജോലി കൊടുക്കണമെന്ന് തന്റെ ഹൃദയത്തിൽ നിരൂപിച്ചു. Because he was good in English. കാരണം അദ്ദേഹം ഇംഗ്ലീഷിലൊക്കെ നല്ല സമർത്ഥനായിരുന്നു. And then my uncle went for an interview. അതിനുശേഷം എൻ്റെ അങ്കിൾ ഒരു ഇന്റർവ്യൂവിന് വേണ്ടി പോയി. The owner was there. ആ ഫാക്ടറിയുടെ ഉടമസ്ഥൻ അവിടെ ഉണ്ടായിരുന്നു. And he introduced himself. താനെ പരിചയപ്പെടുത്തി. Then the owner said, അതിനുശേഷം ഈ ഉടമസ്ഥൻ പറഞ്ഞു, here is a spade, go and make something for the coconut trees outside. Coconut trees. Okay. He wanted to do some work around the coconut. പുറത്തുള്ള തെങ്ങിന്റെ ചുവട്ടിൽ ചെന്ന് ചില പണികളൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞു. Take this spade. ഓക്കെ, ഇവിടെയുള്ള തൂമ്പ എടുത്തോണ്ട് പോ. And then do something around the coconut tree. ആ തെങ്ങിന് ചുറ്റും എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറഞ്ഞു. My uncle said, എൻ്റെ അങ്കിള് പറഞ്ഞു, I was thinking to get a decent job, but this fellow is making me a gardener. ഞാൻ ചിന്തിച്ചു എനിക്ക് വളരെയധികം നല്ലൊരു ജോലി ആയിരിക്കും തരുമെന്ന്, പക്ഷേ എന്നെ ഒരു തോട്ടക്കാരനാക്കുകയാണ്. Because my brother-in-law also said I am going to get a good salary in this job. കാരണം എൻ്റെ അളിയനും എന്നോട് പറഞ്ഞതാണ് എനിക്ക് നല്ലൊരു ജോലി കിട്ടും, നല്ലൊരു ശമ്പളം കിട്ടുമെന്ന്. But this man is making me a gardener. എന്നാൽ ഈ വ്യക്തി എന്നെ ഒരു തോട്ടക്കാരനാക്കുകയാണ്. He took the spade. അദ്ദേഹം ഈ തൂമ്പ എടുത്തു and went out. വെളിയിലേക്ക് പോയി. Left the spade at the door of that owner. ആ ഉടമസ്ഥന്റെ വീടിന്റെ വാതിൽക്കൽ ആ തൂമ്പ വെച്ചേച്ച് walked back home. വീട്ടിലേക്ക് മടങ്ങി വന്നു. I don't want to elaborate the story. ബാക്കിയുള്ളത് ഞാൻ വിവരിക്കാൻ താല്പര്യപ്പെടുന്നില്ല. After 3 days my father called that owner. 3 ദിവസത്തിന് ശേഷം എൻ്റെ പിതാവ് ആ ഉടമസ്ഥനെ വിളിച്ചു. He said, where is your boy? എന്തിയെ, എൻ്റെ മകൻ എന്തിയെ എന്ന് ചോദിച്ചു. I wanted to check him whether he is obedient to me or not. ഞാൻ അവൻ എന്നേക്ക് അനുസരണമുള്ളവനാണോ ഇല്ലയോ എന്ന് പരീക്ഷിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ഒരു കാര്യം ചെയ്തത്. Because I am giving a head clerk's job. ഞാൻ കാരണം ഒരു ഹെഡ് ക്ലർക്കിന്റെ ജോലിയാണ് ഞാൻ അവന് കൊടുക്കാൻ പോകുന്നത്. He has to manage a lot of things. ഒരുപാട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. He has to manage my finance. എൻ്റെ സാമ്പത്തിക ഇടപാടുകൾ മുഴുവൻ അവൻ നോക്കേണ്ടതുണ്ട്. And if this fellow is not obedient to me, ഇവൻ എന്നോട് അനുസരണമുള്ളവനല്ലെങ്കിൽ he will be useless to me. എനിക്ക് പ്രയോജനമില്ലാത്തവനായി അവൻ തീരും. I wanted to check this boy. അതുകൊണ്ട് തന്നെ ഈ പയ്യനെ പരീക്ഷിച്ചറിയാൻ ഞാൻ തീരുമാനിച്ചിരിക്കുകയാണ്. എന്നാൽ ഇവൻ എന്നെ തോൽപ്പിച്ചു കളഞ്ഞു. Friends, today morning the Lord is speaking to you. പ്രിയപ്പെട്ടവരെ, ഇന്ന് രാവിലെ ദൈവത്തിന് നിങ്ങളോട് സംസാരിക്കാനുള്ളത്, before bringing you to a limelight, God wants to check you with small things. ദൈവം നിങ്ങളെ മുൻപന്തിയിലേക്ക് കൊണ്ടുവരുന്നതിന് മുൻപ് ചെറിയ ചെറിയ കാര്യങ്ങളിൽ നിങ്ങളുടെ വിശ്വസ്തത പരീക്ഷിച്ചറിയുവാൻ അവന് താല്പര്യമുണ്ട്. Very small insignificant thing. വളരെ ഒട്ടും പ്രാധാന്യമില്ലാത്ത ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യാൻ നിങ്ങളോട് ഒരു പക്ഷേ അവൻ ആവശ്യപ്പെടാം. And I don't want to concentrate on that. അത് ശ്രദ്ധിക്കാനല്ല ഞാൻ ആഗ്രഹിക്കുന്നത്. David went there.
ദാവീദ് അവിടേക്ക് പോയി. And you may be knowing the story. നിങ്ങൾക്ക് കഥ മുഴുവനായിട്ട് അറിയാമല്ലോ. David had an opportunity to kill the great giant called Goliath. ഗോലിയാത്ത് എന്ന് പറയുന്ന ആ മനുഷ്യനെ കൊല്ലുവാൻ ദൈവം ദാവീദിനെ ഉപയോഗിച്ചു. All alone by the strength of the Lord. ദൈവത്തിന്റെ ശക്തി കൊണ്ട് ഏകനായി നിന്ന് അവനെ കൊന്നു. His anointing was at work in the battlefield. തന്റെ മേൽ വീണ അഭിഷേകം ആ യുദ്ധകളത്തിൽ വെച്ച് പ്രവർത്തിക്കാൻ തുടങ്ങി. When he was returning from the battlefield, ആ യുദ്ധകളത്തിൽ നിന്ന് താൻ മടങ്ങി വരുന്ന സമയത്ത് the people started singing. ആൾക്കാർ പാട്ടുപാടാൻ തുടങ്ങി. Saul killed 1,000, David killed 10,000. ശൗലോ 1000 കൊന്നു, ദാവീദോ ഇതാ 10,000 കൊന്നു. But I want to tell you, പക്ഷെ ഞാൻ നിങ്ങളോട് പറയട്ടെ, I want to tell you one important truth here. ഒരു സത്യം ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. He was a great hero there. അവിടെ അവൻ വലിയൊരു ഹീറോ ആയിരുന്നു. And God was also happy. Here is a man who is willing to go for a battle against anything. എന്തിനെതിരെയും ഓടി ഒരു യുദ്ധത്തിന് പുറപ്പെടാൻ തയ്യാറുള്ള ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞ് ദൈവവും നോക്കി സന്തോഷിച്ചു. Depending on me totally. എന്നെ മുഴുവനായിട്ട് ആശ്രയിക്കുന്ന ഒരു വ്യക്തി, having a total faith on me. എന്നിൽ പൂർണ്ണമായിട്ട് വിശ്വാസമുള്ള ഒരു വ്യക്തി. God was so excited. I found a man. ദൈവം വളരെയധികം സന്തോഷിച്ച് ഇതാ ഞാൻ ആ മനുഷ്യനെ കണ്ടെത്തിയിരിക്കുന്നു. But after some time, കുറച്ചു നാൾ കഴിഞ്ഞതിന് ശേഷം problems started creeping in the life of David. ദാവീദിന്റെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ പതുക്കെ നുഴഞ്ഞു കയറാൻ തുടങ്ങി. The king wanted to kill David. ദാവീദിനെ കൊല്ലുവാൻ രാജാവ് ആഗ്രഹിച്ചു. His own person wanted to kill David. ദാവീദിനെ കൊല്ലുവാൻ വേണ്ടി തന്റെ സ്വന്തം ആൾക്കാർ തന്നെ തീരുമാനിച്ചു. Now, ഇപ്പോൾ fear gripped David. ദാവീദിന്റെ അകത്ത് വല്ലാത്തൊരു ഭയം വന്നു A കയറി. man who was called for a purpose of God is gripped with fear of the future. ദൈവത്തിന്റെ ഈ ഉദ്ദേശം മനസ്സിലാക്കി വന്ന ദാവീദ് ഭാവിയെ സംബന്ധിച്ചുള്ള ഭയം അവനെ വേട്ടയാടി തുടങ്ങി. Sisters and brothers, പ്രിയ സഹോദരിമാരെ സഹോദരന്മാരെ, I want to repeat it again that God has got a purpose behind your life. ഞാൻ നിങ്ങളോട് പിന്നെയും ആവർത്തിച്ച് പറയുവാൻ ആഗ്രഹിക്കുന്നു, നിങ്ങളുടെ ജീവിതത്തെ സംബന്ധിച്ച് ദൈവത്തിന് വ്യക്തമായ ഒരു ഉദ്ദേശമുണ്ട്. But if fear is gripping your heart regarding the future, എന്നാൽ നിങ്ങളുടെ ഭാവിയെ സംബന്ധിച്ചുള്ള ഭയം നിങ്ങളുടെ ഹൃദയത്തെ വേട്ടയാടുന്നെങ്കിൽ, you will behave like a madman as David did in the 21st chapter. 21-ാമത്തെ അധ്യായത്തിൽ ഒരു ഭ്രാന്തനായി ദാവീദ് അഭിനയിച്ചതുപോലുള്ള ഒരു അവസ്ഥയിൽ നാം എത്തിച്ചേരും. Now he had the sword of Goliath. ഇപ്പോൾ അവന്റെ കയ്യിൽ ഗോലിയാത്തിന്റെ കയ്യിൽ ഉണ്ടായിരുന്ന വാളുണ്ട്. He took the sword of Goliath. ആ വാൾ താൻ എടുത്തു. Earlier he went with a sling. നേരത്തെ അവൻ ഒരു കവണ കൊണ്ടാണ് പോയത്. He killed Goliath with a small stone. ഒരു ചെറിയ കല്ല് ഉപയോഗിച്ചാണ് ഗോലിയാത്തിനെ കൊന്നത്. But now, എന്നാൽ ഇപ്പോൾ he's got a big sword. ഇപ്പൊ വലിയൊരു വാൾ തന്റെ കയ്യിലുണ്ട്. The sword of Goliath. ഗോലിയാത്തിന്റെ ആ വാൾ താൻ കയ്യിലെടുത്തു. But before the king of Philistines, എന്നാൽ ഫിലിസ്ത്യ രാജാവിന്റെ മുൻപിൽ he was acting as if he is an insane man. അവനൊരു ഭ്രാന്തനായിട്ട് അഭിനയിച്ചു. Why? എന്തുകൊണ്ട്? Fear gripped David. ഭയം ദാവീദിനെ വേട്ടയാടി. Totally forgotten the purpose of God. ദൈവത്തിന് തന്നെ കുറിച്ചുള്ള ഉദ്ദേശം മുഴുവനായി മറന്നുപോയി. Totally forgotten about the anointing. അവന്റെ മേലുണ്ടായിരുന്ന അഭിഷേകത്തെ കുറിച്ച് മറന്നുപോയി. Totally forgotten about the choice of God. ദൈവത്തിന്റെ ആ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് മറന്നുപോയി. Totally lost his faith. അവന്റെ മുഴുവൻ വിശ്വാസവും നഷ്ടപ്പെട്ടവനായി. Because the future was shaking him. കാരണം ഭാവി അവനെ പിടിച്ച് കുലുക്കിക്കൊണ്ടിരുന്നു. I somehow felt when I was sitting here, ഞാൻ ഇവിടെ ഇരുന്ന സമയത്ത് പെട്ടെന്ന് എൻ്റെ അകത്തിങ്ങനെ തോന്നി, there are few people gripped with fear of their future. ഇവിടെ ഇതിനകത്തിരിക്കുന്നവർ ഭാവിയെക്കുറിച്ചുള്ള ഭയം നിമിത്തം ഇരിക്കുന്ന ചിലർ ഇതിനകത്തുണ്ട്. What would happen to me? എനിക്ക് എന്ത് സംഭവിക്കും? What would happen to my life? എൻ്റെ ജീവിതത്തിന് എന്ത് സംഭവിക്കും? How will I earn more? ഞാൻ എങ്ങനെയാണ് ഇനിയും കുറെ കൂടെ സമ്പാദിക്കുന്നത്? Even if I get a big job, what would happen to me? എനിക്ക് വലിയൊരു ജോലി കിട്ടിയാൽ പോലും എനിക്ക് എന്ത് സംഭവിക്കും? That fear drives away the purpose of God in your life. ആ ഭയം നിങ്ങളെ സംബന്ധിച്ചുള്ള ദൈവത്തിന്റെ ഉദ്ദേശത്തെ മറക്കുവാൻ കാരണമായി തീരും. I want to tell you, he remembers his responsibility. David remembers his responsibility. നിങ്ങൾ ഒരു കാര്യം ഞാൻ ഇങ്ങനെ പറയുവാൻ ആഗ്രഹിക്കുന്നു, ദാവീദിന്റെ ഉത്തരവാദിത്തത്തെ കുറിച്ച് അറിയാമായിരുന്നു. Even though he acted like a madman before the king, അവന് ഒരു ഭ്രാന്തനായിട്ട് രാജാവിന്റെ മുൻപിൽ അഭിനയിച്ചു കൊണ്ടിരിക്കുമ്പോഴും he went to seek shelter for himself.
അവൻ സ്വയം പോയി അവന് വേണ്ടി ഒരു വിശ്രമ സ്ഥലം അന്വേഷിച്ചു. He wanted to hide himself in a cave. അവൻ തന്നെ പോയി ഒരു ഗുഹയിൽ ഒളിച്ചിരിക്കാൻ വേണ്ടി ഒരു സ്ഥലം അന്വേഷിച്ചു. He wanted to safeguard himself. അവൻ സ്വയം രക്ഷപ്പെടണമെന്ന് അവൻ ആഗ്രഹിച്ചു. He put a shelter around him. അവന് ചുറ്റും ഒരു പാളയം താൻ ഒരുക്കി. Another 400 people came for his help. 400 പേര് അവന്റെ സഹായത്തിനായി എത്തി. And David was in the midst of 400 people. ഈ 400 പേരുടെ ഇടയിലായിട്ട് ദാവീദ് നിൽക്കുകയാ. What for? എന്തിനു വേണ്ടി? To save David. ദാവീദിനെ രക്ഷിക്കാനായിട്ട്. Then he remembers. പിന്നെ പെട്ടെന്ന് ദാവീദ് ഇങ്ങനെ ഓർത്തു, I have a responsibility about my parents. എന്റെ കുടുംബത്തെ സംബന്ധിച്ച് എനിക്കൊരു ഉത്തരവാദിത്വമുണ്ട്. My father, my mother. എന്റെ പിതാവിനെ സംബന്ധിച്ച്, എന്റെ മാതാവിനെ സംബന്ധിച്ച്. As a son, I have a responsibility. ഒരു മകൻ എന്നുള്ള നിലയിൽ എനിക്ക് ഉത്തരവാദിത്തങ്ങളുണ്ട്. He did one thing. അവൻ ഒരു കാര്യം ചെയ്തു. He went back home. അവൻ വീട്ടിലേക്ക് മടങ്ങിപ്പോയി. Bring his parents. അവന്റെ മാതാവിനെയും പിതാവിനെയും കൂട്ടിക്കൊണ്ട് Went to another country called Moab. മോവാബ് എന്ന് പറയുന്ന വേറൊരു ദേശത്തേക്ക് പോയി. He settled their father and mother. മാതാവിനെയും പിതാവിനെയും അവിടെ നിർത്തി. And again came to the cave. പിന്നെയും ആ ഗുഹയിലേക്ക് മടങ്ങി വന്നു. Because it was disturbing him. കാരണം ഇത് അവനെ വല്ലാതെ അസ്വസ്ഥനാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. Hey, I must help my parents. ഞാൻ എൻ്റെ പിതാവിനോട് മാതാവിനോട് പറയണം. I must help my parents. എൻ്റെ പിതാവിനെയും മാതാവിനെയും സഹായിക്കണം. Now he says, I'm in a comfort zone. ഇപ്പോൾ ദാവീദ് പറയുകയാണ്, ഇപ്പോൾ ഞാൻ സുരക്ഷിതമായിട്ടുള്ള ഒരു അവസ്ഥയിലാണ്. I have done what I should do as a son to my parents. എൻ്റെ മാതാവിനും പിതാവിനും ഒരു മകൻ എന്നുള്ള നിലയിൽ ഞാൻ ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങൾ ചെയ്തു. I got 400 people to take care of me. എനിക്കിപ്പോൾ 400 പേരെ ചുറ്റും നിന്ന് എന്നെ സംരക്ഷിക്കുവാൻ വേണ്ടിയുണ്ട്. I am living in a cave. No man can find me. ഞാനൊരു ഗുഹയിലാണ് നിൽക്കുന്നത്. ഒരു മനുഷ്യനും എന്നെ കണ്ടുപിടിക്കാൻ കഴിയത്തില്ല. I am comfortable. ഞാൻ ഇപ്പോൾ വളരെയധികം സുരക്ഷിതനാണ്. I am settled. ഞാൻ വളരെയധികം നല്ല രീതിയിൽ നിൽക്കുകയാണ് ഇവിടെ. There are some people here ഇവിടെ ചില ആൾക്കാരുണ്ട് whom God called for a greater purpose, but trying to settle themselves, establish themselves, cover themselves. അവര് സ്വയം അവരെ തന്നെ സംരക്ഷിക്കുകയും അവരെ തന്നെ അവരുടെ കാര്യങ്ങൾ നോക്കുകയും ഒക്കെ ചെയ്യുന്ന വ്യക്തികൾ. But God wanted to disturb that. God wanted to disturb that. എന്നാൽ നിങ്ങൾ അങ്ങനെ സുരക്ഷിതമായിട്ട് ഇരിക്കുന്ന ആ അവസ്ഥയെ തൊടാൻ ദൈവത്തിന് താല്പര്യമുണ്ട്. God sent a prophet. ദൈവം ഒരു പ്രവാചകനെ അയച്ചു. God sent a prophet. ദൈവം ഒരു പ്രവാചകനെ അയച്ചു. And the prophet God came to David. ഗാദ് എന്ന് പറയുന്ന പ്രവാചകൻ ദാവീദിന്റെ അടുക്കലേക്ക് വന്നു. David, what are you doing? ദാവീദേ, നീ എന്തായി ചെയ്തുകൊണ്ടിരിക്കുന്നത്? What are you doing here? നീ ഇവിടെ എന്തായി ചെയ്തുകൊണ്ടിരിക്കുന്നത്? The people are looking for you. അവിടെ ജനം നിന്നെ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാ. The enemy is tarnishing my people. അവിടെ ദാണ്ടിത ശത്രു എന്റെ ജനത്തെ സംഹരിച്ചു കൊണ്ടിരിക്കുകയാ. They need your help. അവിടെ നിന്റെ സഹായം അവർക്ക് ആവശ്യമുണ്ട്. I raised you to finish them off. അവരെ വന്നിട്ട് നശിപ്പിക്കുന്നതിന് വേണ്ടി അതിനെ തിരഞ്ഞെടുത്തത്. But you are in a stronghold. പക്ഷെ നീ ഇപ്പോൾ ഒരു സുരക്ഷിത സ്ഥലത്ത് നിൽക്കുകയാ. Come out. പുറത്തു വരിക. Today morning also God is speaking to you. ഇന്ന് രാവിലെയും ദൈവം നിങ്ങളോട് സംസാരിക്കുന്നു. Come out of your comfort zone. നിങ്ങളുടെ സുരക്ഷിതമായിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് പുറത്തേക്ക് വാ. Where you feel everything is working very well. എല്ലാം നല്ല രീതിയിൽ നടക്കുന്നു എന്ന് നിങ്ങൾക്ക് തോന്നലുള്ള ആ അവസ്ഥ. My parents are in safe place. എൻ്റെ മാതാവും പിതാവും സുരക്ഷിതമായിട്ടുള്ള ഒരു സ്ഥലത്താണ്. I am in safe place. ഞാനും വളരെയധികം സുരക്ഷിതമായിട്ടുള്ള ഒരു സ്ഥലത്താണ്. No enemy can touch me. ഒരു ശത്രുവിനും എന്നെ തൊടാൻ കഴിയത്തില്ല. But that is not the purpose of God. എന്നാൽ അതല്ല ദൈവത്തിന്റെ ഉദ്ദേശം. That's not the purpose of God. അതല്ല ദൈവത്തിന്റെ ഉദ്ദേശം. God wants you to play an offensive role. എന്നാൽ ദൈവം നിന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് നീ മുൻപോട്ട് അങ്ങോട്ട് ഇറങ്ങി ചെല്ലാനാണ്. We play the defensive role. എന്നാൽ നമ്മൾ സ്വയം സംരക്ഷിക്കുന്ന അവസ്ഥയിലേക്കാണ്. Just imagine a football match. നിങ്ങൾ ഒരു ഫുട്ബോൾ മാച്ച് സങ്കല്പിക്കുക. 11 people are playing. 11 പേർ കളിച്ചുകൊണ്ടിരിക്കുന്നു. If they play a defense match, what will they do? അവര് സ്വയം സംരക്ഷിക്കുന്ന ഒരു മാച്ചാണ് കളിക്കുന്നതെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുന്നത്? 11 people will be standing in the goal post and stopping the ball. അവര് എല്ലാവരും 11 പേരും ഗോൾ പോസ്റ്റിന് ചുറ്റും നിന്ന് ബോൾ ഇങ്ങോട്ട് വരാതെ അവർ തടുത്തുകൊണ്ടിരിക്കും. No ball to go in time. അവര് ഒരു ബോളും ഈ ഗോൾ പോസ്റ്റിലേക്ക് പോകരുതെന്ന് ചിന്തിക്കും. Will the team win? ആ ടീം ജയിക്കുമോ? Will the team win? ആ ടീം ജയിക്കുമോ? Never. ഇല്ല, ഒരിക്കലുമില്ല. Everybody is defending. എല്ലാവരും സ്വയം അവരെ തന്നെ സൂക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് ബോൾ വരാതെ. The goalkeeper is so much watching.
ഗോൾ കീപ്പർ വളരെയധികം ശ്രദ്ധയോടെ നോക്കിക്കൊണ്ടിരിക്കുകയാ. Backs are trying to kick the ball. പുറമേ ഉള്ള ആൾക്കാർ ആ ബോൾ വരാതെ തടയാൻ വേണ്ടി നോക്കിക്കൊണ്ടിരിക്കുക. The frontliners are waiting to see the ball will not come to the ഈ മുൻപന്തിയിൽ നിൽക്കുന്നവർ അവർ നോക്കുകയെ ബോൾ മുൻപോട്ട് വരാതെ. It will never win. അവരൊരിക്കലും ജയിക്കാൻ പോകുന്നില്ല. Where will be the enemy now? ഇപ്പൊ ശത്രു എവിടെയായിരിക്കും? Only in the D of the goal post, near the enemy is very near. ശത്രു ഈ ഗോൾ പോസ്റ്റിന് ചുറ്റും തന്നെ ഉണ്ട്, വളരെ അടുത്തായിട്ട്. All the 11 people are trying to stop the ball. ഈ 11 പേരും ഒരുമിച്ച് നിന്ന് ശത്രുവിനെ തടയാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. That is what the Kerala church is doing today. അതാണ് കേരളത്തിലുള്ള സഭകളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. Everybody is defending their church. എല്ലാവരും അവരവരുടെ സഭയെ ഇങ്ങനെ സൂക്ഷിച്ചു വെച്ചുകൊണ്ടിരിക്കുകയാണ്. We will not allow anybody to put a goal. ആരും ഒരു ഗോൾ പോലും അടിക്കാതെ ഇങ്ങനെ സൂക്ഷിച്ചു വെച്ചുകൊണ്ടിരിക്കുകയാണ്. And they sing hallelujah, 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 hallelujah. അവരിങ്ങനെ നോക്കി സംരക്ഷിച്ച് ഹല്ലേലൂയ 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 എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. They forgot the purpose of God. ദൈവത്തിന്റെ ഉദ്ദേശം അവർ മറന്നുപോയി. Every money is being spent here. എല്ലാ പണവും ഇവിടെ ചെലവാക്കപ്പെടുകയാണ്. Every strength is being spent here. എല്ലാ പണവും ഇവിടെ ചെലവാക്കപ്പെടുകയാണ്. Every musician is still here. ഈ എല്ലാ സംഗീതജ്ഞനും ഇവിടെ തന്നെയുണ്ട്. Everybody has got a guitar and sing. എല്ലാവരുടെ കയ്യിലും ഗിറ്റാർ ഉണ്ട്, എന്നിട്ട് എല്ലാവരും ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുകയാണ്. Hey, what is happening on the other side? You must go to the enemy territory, man. എന്നാൽ നിങ്ങൾ ഇവിടെ അല്ല നിൽക്കേണ്ടത്, ശത്രുവിന്റെ പാളയത്തിലേക്കാ പോകേണ്ടത്. The anointing is given for that purpose. അതിനുവേണ്ടിയാ ദൈവം ഈ അഭിഷേകം നിങ്ങളുടെ തലയിൽ തന്നിരിക്കുന്നത്. ദൈവം അതിനുവേണ്ടിയാണ് നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. You are saying, I am doing a great job for God. ഞാൻ ആ ദൈവത്തിന് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട്. You understand now? ശ്രദ്ധിച്ചാലും. And God, the prophet said, come out of your stronghold. ഗാദ് എന്ന് പറയുന്ന പ്രവാചകൻ പറഞ്ഞു, നീ ആയിരിക്കുന്ന സ്ഥലത്ത് നിന്ന് പുറത്തു വാ. Come out, David, come out. ദാവീദേ പുറത്തു വാ. People in Kerala are going to be attacked by the Philistines. കേരളത്തിലുള്ള ജനങ്ങൾ ഫിലിസ്ത്യ സൈന്യത്താൽ ആക്രമിക്കപ്പെടും. People in Rajasthan is attacked by the enemy. ശത്രു സംഹരിക്കുന്ന ശത്രു ആക്രമിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരികയാണ്. Ask my people. എന്റെ ജനങ്ങളോട് ചോദിക്കേ. These people are working with me for many years. പല വർഷങ്ങളായിട്ട് ഇവരെല്ലാം എന്നോട് കൂടെ ജോലി ചെയ്യുന്നവരാണ്. My people have gone to Rishikesh. ഋഷികേശ് എന്ന് പറയുന്ന സ്ഥലത്ത് അവർ പോയിട്ടുണ്ട്. ഹരിദ്വാർ എന്ന് പറയുന്ന സ്ഥലത്ത് പോയിട്ടുണ്ട്. Where the naked priests are living. അവിടെ നഗ്നരായിട്ടുള്ള പൂജാരികൾ ജീവിക്കുന്ന സ്ഥലം. Ask them stories. അവരോട് കഥകൾ ചോദിക്ക്. Hundreds and thousands of sadhus without any dress, never taking bath only during the Kumbh Mela 12 years, once in 12 years. നൂറുകണക്കിന് ആയിരക്കണക്കിന് ഋഷിമാർ അവിടെ ഉണ്ട്, നഗ്നരായിട്ട് 12 വർഷത്തിൽ ഒരിക്കൽ കുംഭമേള നടക്കുന്ന സമയത്താണെന്ന് കുളിക്കുക പോലും ചെയ്യുന്നത്. Eating the dead bodies flesh. ശവശരീരങ്ങളെ ഭക്ഷിക്കുന്നവർ. They have taken the videos. അവരെ വീഡിയോസ് എടുത്തിട്ടുണ്ട്. Eating the flesh of the dead body. ശവശരീരങ്ങളെ ഭക്ഷിക്കുന്നവർ. And then those people come down. ആ ആൾക്കാർ വരുന്ന സമയത്ത് and the people, rich people, educated people, officials wash their feet and drink. ഇവരുടെ അടുക്കലേക്ക് ഉന്നത നേതാക്കന്മാരും അധികാരികളും ചെന്നിട്ട് അവരുടെ പാദം കഴുകി ആ വെള്ളമാ കുടിക്കുന്നേ. Friends, are you not having any concern for such things? ഇങ്ങനെയുള്ള ആൾക്കാരെ സംബന്ധിച്ച് കൂട്ടുകാരെ നിങ്ങൾക്ക് ഒരു ചിന്തയുമില്ലേ? Can you just imagine? നിങ്ങൾക്ക് ഇത് ചിന്തിക്കാൻ കഴിയുന്നുണ്ടോ? They wash the body of a naked sadhu and drink that water thinking that will take them to heaven. ഒരു നഗ്നനായിട്ടുള്ള ഒരു മനുഷ്യന്റെ ഒരു പൂജാരിയുടെ ശരീരം കഴുകിയിട്ട് അതിൽ നിന്ന് വരുന്ന വെള്ളം എടുത്ത് കുടിച്ച് അത് അവരെ സ്വർഗ്ഗത്തിലേക്ക് നയിക്കുമെന്ന് ചിന്തയുള്ളവർ. Thousands and crowds of people are going in that way. Enemy is crushing them. ആയിരക്കണക്കിന് ആൾക്കാർ, കോടിക്കണക്കിന് ജനം ആ വഴിയിൽ പോയിക്കൊണ്ടിരിക്കുക. ശത്രു അവരെ അടിച്ചമർത്തുകയാ. I wanted to share one story with you. ഒരു കഥ ഞാൻ നിങ്ങളോട് പറയട്ടെ. It's not a story, it is a real thing. അതൊരു കഥയല്ല, ഒരു അനുഭവമാണ്. One of my orphan children was married to a criminal.
എൻ്റെ അവിടെ അനാഥാലയത്തിൽ വളർന്ന ഒരു കുട്ടി ഒരു ക്രിമിനൽ ആയിരിക്കുന്ന ഒരു വ്യക്തിയെ കല്യാണം കഴിച്ചു. It's a big story. അത് വലിയൊരു കഥയാണ്. And somehow she brought that criminal to the Lord and they both started serving the Lord. ഇവള് എങ്ങനെയൊക്കെയോ ആ വ്യക്തിയെ സുവിശേഷം അറിയിക്കുകയും അദ്ദേഹത്തെ ദൈവത്തിന്റെ അടുക്കലേക്ക് കൊണ്ടുവരികയും ചെയ്ത് അങ്ങനെ അവർ സുവിശേഷം പങ്കുവെച്ച് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. We trained them and put them in a place. We trained them. അവരെ ട്രെയിൻ ചെയ്തതിനു ശേഷം ഒരു സ്ഥലത്ത് അവരെ ആക്കി വെച്ചു. And when they started the ministry, അവരുടെ ശുശ്രൂഷ തുടങ്ങിയ സമയത്ത് there was one family, ഒരു കുടുംബമുണ്ടായിരുന്നു, totally under witchcraft. അവരെ മുഴുവൻ മന്ത്രവാദത്തിന്റെ കീഴിലായിരുന്നു. And they were business people. അവരെ ബിസിനസ് ആൾക്കാരായിരുന്നു. The neighbors spell witchcraft over them. ഈ അടുത്തുള്ള ആൾക്കാർ മുഴുവൻ അവർക്ക് വേണ്ടി മന്ത്രവാദം ചെയ്തിരുന്നു. And while they work in their business, അവരുടെ ബിസിനസ്സിൽ ഇങ്ങനെ വർദ്ധിച്ചു വരുമ്പോൾ all of a sudden all the 4 brothers will walk like a dog. പെട്ടെന്ന് ഇവരുടെ 4 സഹോദരന്മാരും ഒരുമിച്ച് ഒരു നായി നടക്കുന്നത് പോലെ നടക്കും. And all their wives will put their tongues outside like a dog. ഇവരുടെ ഭാര്യമാർ മുഴുവൻ അവരുടെ നാക്ക് പുറത്തേക്ക് നായ്ക്കൾ ഇടുന്നത് പോലെ ഇടും. In 1 month, 1 week they will be like that. ഒരാഴ്ച അവരെല്ലാവരും അങ്ങനെയായിരിക്കും. They spend money after money. അവര് പണം പിന്നെയും ചെലവഴിച്ചു കൊണ്ടിരുന്നു. Temple after temple. അവര് പല ആലയങ്ങളിലും അമ്പലങ്ങളിലും കയറി ഇറങ്ങി. They call every magician. എല്ലാ മന്ത്രവാദികളെയും വിളിച്ചു വരുത്തി. Nothing helped. ഒന്നും സഹായമായി വന്നില്ല. At last this man who was working with me went and prayed over there. അവസാനം എന്റെ കൂടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഈ മനുഷ്യൻ ചെന്ന് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. They were totally delivered. അവരെ പൂർണ്ണമായി വിടുതൽ പ്രാപിച്ചു. Hallelujah. Hallelujah. All the people wanted to follow Jesus. അവർക്ക് എല്ലാവർക്കും യേശുവിന്റെ പുറകെ യേശുവിന്റെ ശിഷ്യന്മാരാകണം. Started attending the church. അവരെ സഭയിലേക്ക് വരാൻ തുടങ്ങി. But what happened, you know? നിങ്ങൾക്കറിയാമോ എന്താ സംഭവിച്ചെന്ന്? The people, the enemies of the gospel, they threw bomb in the worshiping service. അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ആരാധന യോഗത്തില് ബോംബ് എറിഞ്ഞു അവര്. And one man shot this pastor. ഈ പാസ്റ്ററിനെ ഒരാൾ വെടിവെച്ചു. But he missed the heart, but it affected his intestine. അദ്ദേഹത്തിന്റെ കുടലിലേക്കാണ് അത് തുളച്ചു ചെന്നത്. ഹൃദയത്തിൽ കുടലിലേക്ക് അത് തുളച്ചു ചെന്നു. He couldn't speak for 9 months. 9 മാസം അദ്ദേഹത്തിന് സംസാരിക്കാൻ കഴിയത്തില്ലായിരുന്നു. But by the grace of God he is okay now. എന്നാൽ ദൈവത്തിന്റെ കൃപ നിമിത്തം ഇപ്പോൾ താൻ സുഖമായിരിക്കുന്നു. Don't you think that people are trapped by the enemy? നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലേ ശത്രുവിനാൽ ബന്ധിക്കപ്പെട്ട് കിടക്കുകയാണ് നല്ലൊരു ശതമാനം ജനവുമെന്ന്? People were under witchcraft. ആൾക്കാരെ മന്ത്രവാദത്തിന്റെ അടിമത്തത്തിലാണ്. People couldn't see life or peace in their lives. അവരുടെ ജീവിതത്തിൽ സമാധാനം അല്പം പോലും കാണാൻ കഴിയാത്ത ജനം. But we have the great name of Jesus. എന്നാൽ നമുക്ക് യേശു എന്നൊരു മഹാനാമമുണ്ട്. We have a great name of Jesus. നമുക്ക് യേശു എന്ന് പറയുന്ന ഒരു വലിയ നാമമുണ്ട്. That name can release anybody from any clutches. യേശു കർത്താവിനെ ആരെയും എന്തിൽ നിന്നും വിടുവിക്കുവാൻ കഴിയും. But if you don't go, if you don't do, who will do it? നിങ്ങൾ പോയി നിങ്ങൾ ഇത് ചെയ്യുന്നില്ലെങ്കിൽ വേറെ ആര് ചെയ്യും? We are very much worried about our strongholds. നമ്മുടെ ചുറ്റുമുള്ള സൗകര്യങ്ങളെ സംബന്ധിച്ച് നമ്മൾ വളരെയധികം ചിന്താകുലരാണ്. We are looking about our comfort. നമ്മുടെ ചുറ്റുമുള്ള സൗകര്യങ്ങളെ കുറിച്ച് നമ്മൾ ചിന്താകുലരാണ്. We are trying to settle our parents and our children in comfortable places. നമ്മുടെ മാതാപിതാക്കളെയും കുഞ്ഞുങ്ങളെയും നല്ലൊരു അവസ്ഥയിലേക്ക് എങ്ങനെയെങ്കിലും എത്തിക്കുവാൻ വേണ്ടിയുള്ള ശ്രമം നമ്മൾ നടത്തുകയാണ്. Our education is going for Infosys and IBM. നമ്മുടെ വിദ്യാഭ്യാസം മുഴുവൻ IBM-നും ഇൻഫോസിസിനും വേണ്ടി ചെലവിടപ്പെടുകയാണ്. Our talents are going for the worldly people. ഈ ലോകത്തുള്ള ആൾക്കാർക്ക് വേണ്ടിയാണ് നമ്മുടെ കഴിവുകൾ പലതും ഉപയോഗിക്കപ്പെടുന്നത്. Our talents are spent on Reliance to make Ambani's great rich people. നമ്മുടെ കഴിവുകൾ മുഴുവൻ അംബാനിയെ പിന്നെയും സമ്പന്നനാക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. They become crorepathies and billionaires. അവരെ കോടീശ്വരന്മാരും ആയിക്കൊണ്ടിരിക്കുകയാണ്. All our talents, all our energy, all our time is being spent for those people. നമ്മുടെ സമയം, നമ്മുടെ ബുദ്ധി, നമ്മുടെ കഴിവുകൾ മുഴുവൻ അതിനു വേണ്ടി ചെലവിടപ്പെടുന്നു. But what about our great God? എന്നാൽ നമ്മുടെ ദൈവത്തെ സംബന്ധിച്ച് ഒന്ന് ചിന്തിക്കുക. He has got a purpose behind my life. എൻ്റെ ജീവിതത്തിന്റെ പിന്നിൽ ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. Am I going to satisfy him? ഞാൻ ദൈവത്തെ സന്തോഷിപ്പിക്കാൻ നോക്കുമോ? Or am I going to be behind the stronghold? അതോ ഞാൻ എൻ്റെ സൗകര്യങ്ങളുടെ പുറകെ മറയാനാണോ ഞാൻ താല്പര്യപ്പെടുന്നത്? Today morning, ഇന്ന് രാവിലെ
The Lord is calling you out of that comfort zone to do something for you. നിങ്ങളുടെ സൗകര്യപ്രദമായിരിക്കുന്ന ആ അവസ്ഥകളിൽ നിന്ന് നിങ്ങളെ പുറത്തേക്ക് കൊണ്ടുവരുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. Millions of people are crying, sir. ഒരുപാട് ആൾക്കാർ കരഞ്ഞുകൊണ്ടിരിക്കുകയാ. Millions of people are crying. ലക്ഷക്കണക്കിന് ആൾക്കാർ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാ. Once I was met with an accident. ഞാൻ ഒരിക്കൽ ഒരു ആക്സിഡന്റ് അഭിമുഖീകരിക്കേണ്ടി വന്നു. And I lost 4 teeth. എൻ്റെ 4 പല്ലുകൾ നഷ്ടപ്പെട്ടു. There was a severe cut. ഇവിടെ വലിയൊരു മുറിവുണ്ടായി. And I was on my bed. ഞാൻ എൻ്റെ കിടക്കയിൽ കിടക്കുകയാ. One boy called Srinivas came to see me. ശ്രീനിവാസ് എന്ന് പറയുന്ന ഒരു പയ്യൻ എന്നെ കാണാൻ വേണ്ടി വന്നു. He was a Naxalite leader. അവൻ ഒരു നക്സലൈറ്റ് നേതാവായിരുന്നു. He was making bombs. അവൻ ബോംബുകൾ നിർമ്മിക്കുന്നവനാണ്. But he came to the Lord through my ministry. എൻ്റെ ശുശ്രൂഷയിൽ കൂടെയാണ് അവൻ ദൈവഭാഗത്തേക്ക് വന്നത്. And he came and see me. അവൻ എന്നെ കാണാൻ വേണ്ടി വന്നു. He was holding my hand. എൻ്റെ കരങ്ങൾ താൻ പിടിച്ചു. He kissed me several times. എൻ്റെ ഒരുപാട് പ്രാവശ്യം എൻ്റെ കരങ്ങൾ താൻ ഉമ്മ വെച്ചു. And then he said, അതിനുശേഷം പറഞ്ഞു, in Hindi they call me Bhaiya, Bhaiya. അവര് ഹിന്ദിയിൽ എന്നെ ബയ്യ എന്നാണ് വിളിക്കുന്നത്, സഹോദര എന്നാണ് വിളിക്കുന്നത്. You should not be killed or you should not die. നിങ്ങൾ കൊല്ലപ്പെടാനോ നിങ്ങൾ മരിക്കാനോ പാടില്ല. Because if you would not have come to my village, കാരണം നിങ്ങൾ എൻ്റെ ഗ്രാമത്തിലേക്ക് വന്നില്ലായിരുന്നെങ്കിൽ I would have been killed by the police. എന്നെ പോലീസുകാർ കൊന്നേനെ. Or I would have been killed by the bomb which I made. അല്ലെങ്കിൽ ഞാൻ സ്വയം നിർമ്മിച്ചു കൊണ്ടിരുന്ന ബോംബുകൾ കൂടെ ഞാൻ മരിച്ചേനെ. Not only me, ഞാൻ മാത്രമല്ല, my family, എൻ്റെ കുടുംബം, my people എൻ്റെ ആൾക്കാര് would be destroyed. എല്ലാവരും നശിച്ചു പോയേനെ. And hundreds years nobody came to preach the gospel to my people. നൂറുകണക്കിന് വർഷം പക്ഷെ ആരും സുവിശേഷം പ്രസംഗിക്കാൻ എൻ്റെ ഗ്രാമത്തിൽ വന്നിട്ടില്ല. In 2000 years nobody came to my place. 2000 വർഷത്തിനിടയിൽ ആരും എൻ്റെ ഗ്രാമത്തിൽ വന്നിട്ടില്ല. You are the one who came and showed me the love of God. നിങ്ങളാണ് എൻ്റെ ഗ്രാമത്തിലേക്ക് വന്ന് യേശുവിന്റെ സ്നേഹം എന്താണെന്ന് വെളിപ്പെടുത്തിയത്. He knelt near my bed and prayed. എൻ്റെ കട്ടിലിനും അടുത്ത് താൻ മുട്ടുമടക്കിയിട്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. Lord Jesus, യേശു കർത്താവേ, extend the life of Augustine Jabakumar. അഗസ്റ്റിൻ ജപകുമാറിന്റെ ആയുസ്സിനെ അങ്ങ് ദീർഘിപ്പിക്കണമേ. Even if you take my life, give him more years. എൻ്റെ ജീവിതം അങ്ങ് എടുക്കുകയാണെങ്കിലും എൻ്റെ ആയുസ് അങ്ങ് എടുത്ത് അദ്ദേഹത്തിന് പൂർണ്ണ ആയുസ് കൊടുക്കണമേ. I was in tears. ഞാൻ കണ്ണുനീർ പൊഴിക്കാൻ തുടങ്ങി. In November I was in Lucknow. ലക്നൌവിലായിരുന്നു ഞാൻ നവംബർ മാസം. He came to see one of his relatives and saw the posters there. അദ്ദേഹത്തിന്റെ കൂട്ടുകാരെ കാണുന്നതിന് വേണ്ടി, ബന്ധുക്കാരെ കാണുന്നതിന് വേണ്ടി അവിടെ വന്നപ്പോൾ എൻ്റെ മീറ്റിംഗിന്റെ പോസ്റ്റർ കണ്ടു. He came running. ഓടി വന്നു താൻ. He hugged me. എന്നെ കെട്ടിപ്പിടിച്ചു. He said, I am so happy. അത് പറഞ്ഞു, എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. You are going everywhere preaching the good news. നിങ്ങൾ എല്ലാ സ്ഥലത്തും പോയി സുവിശേഷം പ്രസംഗിക്കുകയാണല്ലോ. I was in tears. ഞാൻ കണ്ണുനീർ പൊഴിച്ചു. Who am I? ഞാൻ ആരാ? A Naxalite leader is willing to share his life for me. നക്സലൈറ്റിന്റെ ഒരു നേതാവ് തന്റെ ആയുസ് എന്നോട് കൂടെ പങ്കുവെക്കാൻ താല്പര്യപ്പെടുന്നു. If I would have been an engineer in Chennai, ഞാൻ ചെന്നൈയിൽ ഒരു എഞ്ചിനീയർ ആയിരുന്നെങ്കിൽ my company would have paid me good salary. എൻ്റെ കമ്പനി എനിക്ക് നല്ല ശമ്പളം തന്നേനെ. And I would be happy. ഞാൻ വളരെയധികം സന്തോഷവാനായിരുന്നേനെ. But I am so happy today. എന്നാൽ ഞാൻ ഇന്ന് വളരെയധികം സന്തോഷവാനാണ്. I could fulfill the purpose of God. കാരണം ദൈവത്തിന് എന്നെ സംബന്ധിച്ചുള്ള ഉദ്ദേശം നിറവേറ്റാൻ എനിക്ക് കഴിയും. God is speaking to you. എൻ്റെ ദൈവം നിങ്ങളോട് സംസാരിക്കുകയാണ്. God is speaking to you. എൻ്റെ ദൈവം നിങ്ങളോട് സംസാരിക്കുകയാണ്. Do you understand the purpose of God? ദൈവത്തിന് നിങ്ങളെ സംബന്ധിച്ചുള്ള ഉദ്ദേശം നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? If you understand the purpose of God, ദൈവത്തിന് നിങ്ങളെ കുറിച്ചുള്ള ഉദ്ദേശം നിങ്ങൾക്ക് do മനസ്സിലാകുന്നെങ്കിൽ you still remember the very purpose for which you are called? നിങ്ങളെ ദൈവം എന്തിനു വേണ്ടി വിളിച്ചു ആ ഉദ്ദേശത്തെ സംബന്ധിച്ച് വ്യക്തമായി ഒന്ന് മനസ്സിലാക്കുക. God called me to Bihar. എന്നെ ദൈവം ബീഹാറിലേക്ക് വിളിച്ചു. But he may keep you here in Kerala. എന്നാൽ നിങ്ങളെ ഒരുപക്ഷെ ദൈവം കേരളത്തിൽ തന്നെ ആയിരിക്കാം നിലനിർത്തുന്നത്. Shall I ask only one question? ഞാൻ നിങ്ങളോട് ഒറ്റയൊരു ചോദ്യം മാത്രം ചോദിച്ചോട്ടെ. Do you fulfill the purpose of God in your life? നിങ്ങൾ ആയിരിക്കുന്ന അവസ്ഥയിൽ ദൈവത്തിന് നിങ്ങളെക്കുറിച്ചുള്ള ഉദ്ദേശം നിങ്ങൾ നിവർത്തിക്കുന്നുണ്ടോ? I always love one verse of Paul. പൗലോസിന്റെ ഒരു വാചകം എനിക്ക് വളരെയധികം ഇഷ്ടമാണ്. I run so that I can fulfill the purpose for which he caught hold of me. ദൈവം എന്നെ വിളിച്ച വിളിയുടെ അളവിനായി ഞാൻ ഓടുകയാണെന്നാണ് പൗലോസ് പറയുന്നത്. That should be our testimony. അതായിരിക്കണം നമ്മുടെ സാക്ഷ്യം. That should be our testimony. അതായിരിക്കണം നമ്മുടെ സാക്ഷ്യം. Let me stop here by saying only one thing.
ഒരു കാര്യം പറഞ്ഞിട്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കട്ടെ. If you haven't understand the purpose of God yet, നിങ്ങൾക്ക് ഇതുവരെയും ദൈവത്തിന് നിങ്ങളുടെ ജീവിതത്തെ സംബന്ധിച്ചുള്ള ഉദ്ദേശം മനസ്സിലായിട്ടില്ലെങ്കിൽ, please open up your mind to understand the purpose of God. ഇന്ന് നിങ്ങളുടെ ഹൃദയം ഒന്ന് തുറന്ന് ദൈവത്തിന് നിങ്ങളെക്കുറിച്ചുള്ള ഉദ്ദേശം ഒന്ന് മനസ്സിലാക്കിയാലും, If you haven't understand the purpose of God, നിങ്ങൾ ദൈവത്തിന്റെ ഉദ്ദേശം ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ, ask the Lord, Lord, why did you show such a big love for me? നിങ്ങൾ ദൈവത്തോട് ചോദിക്കുക, ദൈവമേ ഇത്ര വലിയൊരു സ്നേഹം എനിക്ക് വേണ്ടി എന്തിനാണ് നൽകിയത്? And then respond to him. എന്നിട്ട് നിങ്ങൾ പ്രതികരിക്കാൻ തുടങ്ങുക. Open my understanding so that I can repay the love. കർത്താവേ, എൻ്റെ ചിന്തകളുടെ അളവുകളെ ഒന്ന് കർത്താവേ വിശാലമാക്കണമേ, എനിക്ക് അങ്ങയുടെ സ്നേഹത്തെ മനസ്സിലാക്കാൻ. I strongly believe the Spirit of God has already started ministering unto you. നിങ്ങളോട് ഇപ്പോൾ തന്നെ ദൈവത്തിന്റെ ആത്മാവ് ശുശ്രൂഷിക്കാൻ തുടങ്ങിയെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. That little turmoil in your heart, നിങ്ങളുടെ അകത്തുണ്ടാകുന്ന ആ ചെറിയ സങ്കടങ്ങൾ, am I in a comfort zone? ഞാൻ സുരക്ഷിതമായിട്ടുള്ള ഒരു അവസ്ഥയിൽ Am I in a നിൽക്കുകയാണോ? stronghold hiding myself? ഞാൻ എൻ്റെ ചുറ്റുമുള്ള കാര്യങ്ങൾ എന്നെ പിടിച്ചു നിർത്തിയിരിക്കുകയാണോ? Forgetting the purpose of God, leaving the people to suffer. ഞാൻ എന്നെ സംബന്ധിച്ച് ദൈവത്തിന്റെ ഉദ്ദേശങ്ങൾ മറന്നിട്ട് ജനങ്ങളെ കഷ്ടതയിലേക്ക് ആഴ്ത്തുകയാണോ? Check yourself. നിങ്ങളെ തന്നെ ഒന്ന് ശോധന ചെയ്താലും, Check yourself. നിങ്ങളെ തന്നെ ഒന്ന് ശോധന ചെയ്താലും, If you say yes to the Lord, നിങ്ങൾ ദൈവത്തോട് അതേ കർത്താവേ എന്ന് പറഞ്ഞാൽ, the heaven will be happiest. സ്വർഗം ഇന്ന് ഒരുപാട് സന്തോഷിക്കും. There will be joy in heaven. സ്വർഗത്തിൽ വലിയൊരു സന്തോഷമുണ്ടാകും. Shall we all bow down? നമുക്ക് എല്ലാവർക്കും നമ്മുടെ തലകളെ വണക്കാം. Millions of people are under captivity. ഒരുപാട് ജനങ്ങൾ അടിമത്വത്തിലാണ് ഇപ്പോഴും. Millions of people are under captivity. ലക്ഷക്കണക്കിന് ആൾക്കാർ ഇപ്പോഴും ഈ അടിമത്വത്തിലാണ്. God showed his love and anointed you. ദൈവം തന്റെ സ്നേഹം നിങ്ങൾക്ക് പ്രദർശിപ്പിക്കുകയും നിങ്ങളെ അഭിഷേകം ചെയ്യുകയും ചെയ്തു. For a great purpose. എന്ത് വലിയ ഒരു ഉദ്ദേശമാണ് ദൈവത്തിൻ്റെത്. Will you say, yes Lord, I will fulfill the very purpose for which I am called? നിങ്ങൾ ദൈവത്തോട് പറയുമോ, കർത്താവേ എന്നെ വിളിച്ച വിളിക്കൊത്തവണ്ണം ദൈവത്തിന്റെ ഉദ്ദേശം നിറവേറ്റുവാൻ വേണ്ടി ഞാൻ വരുന്നു എന്ന്? I don't call you to Bihar. ഞാൻ നിങ്ങളെ ബീഹാറിലേക്കല്ല എന്ന് വിളിക്കുന്നത്. If you have a call for Bihar, it's praise the Lord. നിങ്ങൾക്ക് ബീഹാറിലേക്ക് വരുവാൻ ഒരു വിളിയുണ്ടെങ്കിൽ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. But you are in a great world and great nation. എന്നാൽ നിങ്ങൾ വലിയൊരു രാജ്യത്തിലാണ് എന്നുള്ളത് മനസ്സിലാക്കണം. You may fulfill the purpose of God where you are. നിങ്ങൾ ആയിരിക്കുന്ന സ്ഥാനത്ത് ദൈവത്തിന്റെ ഉദ്ദേശം നിവർത്തിക്കുക എന്നുള്ളതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. As everybody close your eyes, നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ കണ്ണുകൾ അടഞ്ഞിരിക്കുന്ന ഈ സമയത്ത്, I would like to pray for the people, those who are willing to serve, totally fulfilling the purpose of God. ദൈവത്തിന്റെ ഉദ്ദേശം പൂർണ്ണമായിട്ട് മനസ്സിലാക്കി ദൈവത്തെ ശുശ്രൂഷിക്കണം എന്ന് താല്പര്യപ്പെടുന്നവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. If you say yes Lord, നിങ്ങൾ ദൈവത്തോട് കർത്താവേ എനിക്ക് അങ്ങനെ താല്പര്യമുണ്ടെന്ന് പറഞ്ഞാൽ, you can put your right hand up. നിങ്ങളുടെ വലം കരങ്ങൾ നിങ്ങൾ ദയവായി ഉയർത്തിപ്പിടിച്ചാലും, Lord, I want to fulfill the purpose. കർത്താവേ അങ്ങേക്ക് എന്നെ സംബന്ധിച്ചുള്ള ഉദ്ദേശം നിറവേറ്റണമെന്ന് I want to come out of the stronghold today. കർത്താവേ എന്റെ ചുറ്റും എന്നെ പിടിച്ചമർത്തിയിരിക്കുന്ന സകലത്തെയും വിട്ടെനിക്ക് പുറത്തു വരണമെന്ന് പറയുന്നവർ, I could hear the voice of the Lord. കർത്താവേ എനിക്ക് അങ്ങയുടെ ശബ്ദം കേൾക്കണം. Most of you are raising your hand. പലരും നിങ്ങൾ കരങ്ങൾ ഉയർത്തിപ്പിടിച്ചിട്ടുണ്ട്. Shall we all stand up? നമുക്ക് ഒരുമിച്ച് എഴുന്നേറ്റ് നിന്നാലോ? As we all stand up, നമ്മൾ എല്ലാവരും എഴുന്നേറ്റ് നിൽക്കാം. Open my eyes, Lord. I want to see Jesus, to reach out and touch Him, to say that I love Him. Open my ears, Lord, and teach me to listen. Open my eyes, Lord. I want to see Jesus.
Heavenly Father, I love my people. പ്രിയ സ്വർഗ്ഗത്തിലെ പിതാവേ, ഞാൻ ഈ ജനങ്ങളെ സ്നേഹിക്കുന്നു. Because I preached your word and they responded very well. കർത്താവേ, ഞാൻ അങ്ങയുടെ വചനം സംസാരിക്കുകയും അതിനോട് അവർ പ്രതികരിക്കുകയും ചെയ്തല്ലോ കർത്താവേ. Lord, I wanted to be very faithful to you and I declare that I have delivered what you said to me. കർത്താവേ, ഞാൻ അങ്ങയുടെ സന്നിധിയിൽ വിശ്വസ്തനായി നിൽക്കുവാൻ ആഗ്രഹിക്കുകയും അങ്ങനോട് പറഞ്ഞത് ഞാൻ ഇതാ ഇവിടെ പ്രഖ്യാപിക്കുകയും ചെയ്തിരിക്കുന്നു. And the Spirit of God already dealt with my people. കർത്താവേ, ദൈവത്തിന്റെ ആത്മാവ് ഈ ജനങ്ങളോട് ഇടപെട്ടത് കൊണ്ട് സ്തോത്രം ചെയ്യുന്നു. I just pray the power of God fall upon my people right now as I pray. കർത്താവേ, ഞാൻ ഈ പ്രാർത്ഥിക്കുന്ന സമയത്ത് തന്നെ ദൈവത്തിന്റെ ആത്മാവ് ജനങ്ങളെ ഇപ്പോൾ തൊടുമാറാകണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. Let them come under the grip of the Lord. കർത്താവിന്റെ കരം ഇപ്പോൾ തന്നെ അവരെ സ്പർശിക്കണമേ. Your hand may hold them strong. കർത്താവേ, അവരെ ശക്തിയോടുകൂടി അങ്ങയുടെ കരം പിടിക്കണമേ. Lead them into fullness. കർത്താവേ, അവരെ പൂർണ്ണതയിലേക്ക് അങ്ങ് നയിക്കണമേ. Lead them to fulfill your purpose. കർത്താവേ, അങ്ങയുടെ ഉദ്ദേശം നിറവേറ്റുവാൻ അവരെ നയിക്കണമേ. Remind them again and again. കർത്താവേ, അവരെ പിന്നെയും പിന്നെയും അങ്ങ് വഴി നടത്തണമേ. This day may be a day of red letters. കർത്താവേ, അവരുടെ ജീവിതത്തിൽ ഒരു മാറ്റത്തിന്റെ തുടക്കമുള്ള ഒരു ദിവസമാക്കി ഇത് മാറ്റണമേ. Let this day bring forth power, കർത്താവേ, nearness of God more than ever before. കർത്താവേ, മറ്റുള്ള എന്തിനേക്കാട്ടിലും ദൈവത്തോടുള്ള സ്നേഹവും ദൈവത്തിന്റെ ഉദ്ദേശം അവരുടെ ഹൃദയത്തിൽ പിന്നെയും കർത്താവെ മനസ്സിലാക്കുന്ന ഒരു അനുഭവമാക്കി ഇത് മാറ്റണമേ. Jesus name I pray. യേശു കർത്താവിന്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. Amen. I'll be somewhere working. I'll be somewhere working. I'll be somewhere working for my Lord. I'll be somewhere working. I'll be somewhere working. I'll be somewhere working for my Lord. When He calls me, I will answer. When Jesus calls me, I will answer. When He calls me, I will answer. I'll be somewhere working for my Lord. I'll be somewhere working. I'll be somewhere working. I'll be somewhere working for my Lord. I'll be somewhere working. I'll be somewhere working. I'll be somewhere